Hello everyone and welcome back. Let's continue our discussion on shares chapter of company account. So, in the last class where calls and arrears and calls and advance. My interest in question. Now we move on to the most important part of this chapter. One of the most important parts of this chapter, which is forfeiture. Forfeiture of shares. Now, forfeiture എന്ന വാക്കിന്റെ അർത്ഥം എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റിലെ ഏതെങ്കിലും ഒരു റൂൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്രീച്ച് ചെയ്യുമ്പോൾ അതിനെതിരെയായിട്ട് അവരുടെ പ്രോപ്പർട്ടി ടേക്ക് ഓവർ ചെയ്യുന്നതാണ് ഫോർഫീച്ചർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഷെയർസിന്റെ കേസിൽ എന്താണ് ഫോർഫീച്ചർ? ഇഫ് എ കമ്പനി കോൾസ് ഫോർ കോൾ മണിയോ അലോട്ട്മെന്റ് സ്റ്റേജോ അല്ലെങ്കിൽ ജനറലി കോൾ മണി സ്റ്റേജിൽ കോൾ ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും തന്നെ പൈസ അടയ്ക്കണം അല്ലേ? അപ്പോൾ ആരെങ്കിലും ഒക്കെ പേ ചെയ്യാതിരിക്കുന്നതാണ് നമ്മൾ കോൾസ് ആൻഡ് അരിയേഴ്സ് എന്ന് പറയുന്നത്. ആ കോൾസ് ആൻഡ് അരിയേഴ്സ് അവർ അന്ന് പേ ചെയ്തില്ലെങ്കിലും പിന്നീട് അവർക്ക് ഒന്ന് രണ്ട് നോട്ടീസ് അയക്കും അല്ലെങ്കിൽ അവരോട് ഒന്നും കൂടെ റിക്വസ്റ്റ് ചെയ്യും ടു പേ. അപ്പം നമ്മൾ ലാസ്റ്റ് കണ്ട എക്സാമ്പിളിൽ വി നോ ദാറ്റ് വൺ ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ അയാൾ ഡിഫോൾട്ട് അല്ലെങ്കിൽ കോൾസ് ആൻഡ് അരിയേഴ്സ് വരുത്തി, പക്ഷെ 2 മാസങ്ങൾക്ക് ശേഷം അയാൾ ഇൻട്രസ്റ്റും സഹിതം കൊണ്ട് പൈസ കൊണ്ടുതന്നു അല്ലെ? അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും കമ്പനി അവൈലബിൾ ആകും. അപ്പോൾ കുറേ റിക്വസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കുറേ അതിനു വേണ്ടി സമയം കൊടുക്കും എല്ലാം ചെയ്യും. എന്നിട്ടും if the shareholder doesn't respond back or doesn't pay back the calls and arrears ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന amount എങ്കിൽ then the company has no other option than to go ahead with forfeiture of shares. അതായത് അയാളുടെ കയ്യിലുള്ള ഷെയർ കമ്പനി തിരിച്ചു വാങ്ങിക്കും, ഫോഴ്സ്ഫുള്ളി തിരിച്ചു വാങ്ങിക്കും. കാരണം അയാൾ ആ പൈസ ഒന്നും തരുന്നില്ല. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി കോൾസ് ആൻഡ് അരിയേഴ്സ് കഴിഞ്ഞാൽ അങ്ങനെ ഫോർഫീച്ചർ അല്ല. അതിന് കമ്പനീസ് ആക്ടിൽ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നുണ്ട്. കമ്പനി കുറച്ച് നാൾ വെയിറ്റ് ചെയ്യണം. ആ റൂൾസ് എല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടും if the company is unable to collect the amount from the shareholder who has defaulted, then the company will move on to the next part or next stage, which is forfeiture of shares. That is to collect back or take back the shares from that defaulting shareholder. Yeah, so അതിനെയാണ് ഫോർഫീച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫോർഫീച്ചറിൽ വന്നു കഴിയുമ്പോൾ എന്താണ് എൻട്രി റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്? സോ അക്കൗണ്ടിങ് എൻട്രി ലെറ്റ് us take up if shares were initially issued at par. 2 രീതിയിൽ നമുക്ക് ഇതിനെ പഠിക്കാം. ഒന്ന് ഇനീഷ്യലി ഫേസ് വാല്യൂവിൽ തന്നെ വിറ്റതും, 2 പ്രീമിയത്തിൽ തന്നെ വിറ്റതും. അപ്പോൾ അതിൻ്റെ എൻട്രീസ് എല്ലാം സെയിം ആയിരിക്കും. ഫോർഫീച്ചറിന് മാത്രമുള്ള അഡീഷണൽ എൻട്രി വേണ്ടി, ഫോർഫീച്ചർ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അയാൾക്ക് ഷെയർ അലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസയും കോൾസിന് അരിയറും എങ്ങോട്ടേക്കാണ് എല്ലാം ക്രെഡിറ്റ് ചെയ്യുന്നത്? ടു every entry will be credited to equity share capital ultimately അല്ലേ? ബാക്കി ഫൈനൽ കോളം എന്നുള്ള അക്കൗണ്ടും അല്ലെങ്കിൽ അലോട്ട്മെന്റ് ആയിക്കോട്ടെ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ അതെല്ലാം കൺട്രോൾ അക്കൗണ്ട്സ് ആണ്. അപ്പോൾ അൾട്ടിമേറ്റ് ക്രെഡിറ്റ് വിൽ ഗോ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. നൗ അയാളുടെ കയ്യിൽ നിന്ന് ആ ഷെയർ നമ്മൾ തിരിച്ചു വാങ്ങിക്കുമ്പോൾ വി ആർ ആക്ച്വലി റിവേഴ്സിംഗ് ദാറ്റ് ക്രെഡിറ്റ് ഓഫ് ക്യാപിറ്റൽ ബിക്കോസ് ഇറ്റ്സ് നോ ലോങ്ങർ മൈ ക്യാപിറ്റൽ അഗൈൻ. So therefore the first step is to debit the share capital and it will be debited to the extent of the amount already called up till date. അപ്പോൾ കോൾഡ് അപ്പ് എന്നുകൊണ്ട് സ്പെസിഫിക്കലി പറയുന്നത് കോൾഡ് അപ്പ് ടിൽ ഡേറ്റ്. കാരണം നമ്മൾ കോൾസ് ആൻഡ് അരിയേഴ്സ് കൂടെ ഈ ഷെയർ ക്യാപിറ്റലിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. ജേർണൽ എൻട്രീസ് നോക്കിയാൽ അറിയാം. കോൾസ് ആൻഡ് അരിയേഴ്സും കോൾസ് ആൻഡ് അഡ്വാൻസും കോൾസ് ആൻഡ് അരിയേഴ്സ് ഡെബിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഷെയർ ഫൈനൽ കോളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഷെയർ ഫൈനൽ കോൾ അൾട്ടിമേറ്റ്ലി എങ്ങോട്ടേക്കാണ് ക്രെഡിറ്റ് പോകുന്നത്? ഷെയർ ക്യാപിറ്റൽ. സോ വി ക്യാൻ സീ ദാറ്റ് entire called up amount including the arrears are being credited to capital account. അപ്പോൾ ആ ഷെയർ തിരികെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടതും എന്താണ്? കോൾഡ് അപ്പ് ടിൽ ആ ഫോർഫീച്ചർ ഡേറ്റ് വരെ. അന്ന് വരെ കമ്പനി കോൾ അപ്പ് ചെയ്തത് മുഴുവൻ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ബിക്കോസ് അന്ന് വരെ കോൾ അപ്പ് ചെയ്താണ് ഷെയർ ക്യാപിറ്റലിൽ ക്രെഡിറ്റ് കിടക്കുന്നത് ടു ദ എക്സ്റ്റെന്റ് ഓഫ് ദോസ് ഷെയർസ് വിച്ച് ആർ ഗോയിങ് ടു ബി ഫോർഫീറ്റഡ്. സോ അതിനെ ഡെബിറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് ഓൾറെഡി ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ ചെയ്യാം. കോൾസ് ആൻഡ് അരിയർ എന്ന് പറഞ്ഞ് ഒരു ലെഡ്ജറിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചിരുന്നു അല്ലേ? നൗ ഐ കനോട്ട് സേ ദാറ്റ് ഇറ്റ്സ് എനി ലോങ്ങർ കോൾസ് ആൻഡ് അരിയർ ഫോർ മീ. കാരണം ആ ഷെയർ ഹോൾഡറിന്റെ കയ്യിൽ നിന്ന് ഷെയർ മുഴുവൻ നമ്മൾ വാങ്ങിക്കുകയാണ്. അപ്പോൾ ഇനി കോൾസ് ആൻഡ് അരിയർ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അയാളുടെ കയ്യിൽ നിന്നാണ് അരിയറിൽ വരുന്നത് എന്നാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ? സോ just when you say that his shares are taken back by the company and he is no longer my shareholder, should I have this arrears ledger in my books? No. So what will I do? I will credit calls in arrear account and
ക്ലോസ് ദാറ്റ് അക്കൗണ്ട്. ഓൾറെഡി ഇത് ഡെബിറ്റ് ബാലൻസ് ആണ്, ഫോർ ഫീച്ചറിൽ അതിനെ ക്രെഡിറ്റ് ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പോൾ അയാൾ തരാനുള്ള പൈസയാണ് നമ്മളിവിടെ ക്ലോസ് ചെയ്യും. ഇനി കോൾസ് ഇൻ അരിയേഴ്സ് തന്നെ ആവണമെന്നില്ല. ഇപ്പം നമ്മൾ ചില കേസിലൊക്കെ നിങ്ങൾക്ക് കാണാം കോൾസ് ഇൻ അരിയറിൽ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യാതെ ഷെയർ ഫൈനൽ കോളിൽ കുറവാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. അതായത് കോൾസ് ഇൻ അരിയേഴ്സ് കാണിക്കാതെ ഈ ലൈൻ ഐറ്റം വരുന്നത് 2,47,500 ഷെയർ ഫൈനൽ കോളിലേക്ക് ക്രെഡിറ്റ് വരുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഷെയർ ഫൈനൽ കോളിന് ഒരു ഡെബിറ്റ് ബാലൻസ് 2,500 ഉണ്ട്. അതായത് കോൾസ് ഇൻ അരിയറിന് ഡെബിറ്റ് ബാലൻസ് ഉള്ളത് തന്നെ കോൾസ് ഇൻ അരിയറിന് ലെഡ്ജർ ഉപയോഗിക്കാതെ ആ പെർട്ടിക്കുലർ സ്റ്റേജിലുള്ള കോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ അലോട്ട്മെന്റ് ആയിക്കോട്ടെ ആ പേര് വെച്ചിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാറുണ്ട് ചില കേസസിലൊക്കെ. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്ത ഒരു ആൻസർ ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തെങ്കിൽ കോൾസ് ഇൻ അരിയറിന് പകരം ആ ഡെബിറ്റ് ബാലൻസ് ബാക്കി കിടക്കുന്ന ഷെയർ ഫസ്റ്റ് കോളോ ഫൈനൽ കോളോ എന്താണോ അത് എഴുതുക. ജനറലി കോൾസ് ഇൻ അരിയേഴ്സ് ആണ് വരേണ്ടത്. പക്ഷെ കോൾസ് ഇൻ അരിയേഴ്സ് വരാതെ തന്നെ അതിന്റെ എഫക്റ്റ് നമ്മൾ ഫൈനൽ കോളിലേക്ക് ഫസ്റ്റ് കോളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റും. ആ ലെഡ്ജർ ഉപയോഗിക്കാതെ ബാലൻസിങ് ഫിഗർ മാത്രം ഈ 2,500 കുറച്ചിട്ടുള്ളത് ക്രെഡിറ്റ് കാണിച്ചാലും സെയിം എഫക്റ്റ് വന്നത്. സോ അങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ പെർട്ടിക്കുലർ കോൾസ് ഇൻ അരിയേഴ്സ് വന്ന റീസൺസ് ഏതൊക്കെ കോളിൽ അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേജിലാണോ അതിനെയൊക്കെ ഓരോന്നോരോന്നായിട്ട് ലിസ്റ്റ് ചെയ്യുക. ഫൈനൽ കോൾ തന്നെ ആവണമെന്നില്ല, ഫസ്റ്റ് കോളിൽ കുറച്ച് കാണാം, അലോട്ട്മെന്റ് കാണാം, അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എഴുതുക. എല്ലാ സ്റ്റേജിലും കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞ് ലെഡ്ജറിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞ് ലെഡ്ജറിൽ ക്രെഡിറ്റ് ചെയ്താലും മതി. സോ ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ അപ്രോച്ച് ദാറ്റ് യു ഹാവ് ടേക്കൺ ഇൻ സോൾവിംഗ് ദ പ്രോബ്ലം. ജനറലി ഇറ്റ് വിൽ ബി കോൾസ് ഇൻ അരിയേഴ്സ്. അത് വേയും ഉണ്ടെന്ന് അറിഞ്ഞിരിക്കാം. And finally, you will credit to something called shares forfeited account or forfeited shares account. എങ്ങനെ വേണമെങ്കിലും പറയാം. ഈ അക്കൗണ്ടിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. And how much is the amount that is going to be credited to this ledger? The amount that was received till date from the defaulting shareholder. അതായത് ഡീഫോൾട്ടിംഗ് ഷെയർ ഹോൾഡർ നമ്മൾ ഫോർ ഫീച്ചറിലേക്കൊക്കെ പോകുന്നത് കുറച്ച് സ്റ്റേജ് കഴിയുമ്പോഴാണ്. എന്തായാലും ആപ്ലിക്കേഷൻ മണിയെങ്കിലും തന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അയാൾ എത്ര രൂപ തന്നിട്ടുണ്ടോ അതിനെ എല്ലാം കൂടെ നമ്മൾ എങ്ങോട്ടേക്ക് ക്രെഡിറ്റ് ചെയ്യും? ഷെയർസ് ഫോർ ഫീച്ചർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. വൈ? ബിക്കോസ് വെൻ എ ഷെയർ ഹോൾഡർ ഫെയിൽസ് ടു പേ ദ money to the company, അയാൾ ഇത്രയും നാളും തന്ന പൈസ നമ്മൾ തിരികെ കൊടുക്കേണ്ട കാര്യമില്ല. അതായത് നമ്മൾ ഷെയർ അയാളുടെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങിക്കുന്നുണ്ട് അല്ലേ, പക്ഷെ അതിന് പകരമായിട്ട് നിങ്ങൾ ഇത്രയും നാളും തന്ന പൈസ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും എന്നല്ല, കമ്പനി ആ പൈസ റീഫണ്ട് ചെയ്യുക. ബിക്കോസ് ഇറ്റ്സ് നോട്ട് കമ്പനീസ് ഫോൾട്ട്, ഇറ്റ് ഇസ് ദ ഫോൾട്ട് ഓഫ് ദ ഷെയർ ഹോൾഡർ ഹു വാസ് ഡീഫോൾട്ടിംഗ്. സോ അത്രയും നാളും അയാൾ അതിന്മേൽ തന്നിട്ടുള്ള പൈസ മുഴുവൻ കമ്പനിയുടെ കയ്യിൽ ഇരിക്കും. ആ കമ്പനിയുടെ കയ്യിലേക്ക് അയാൾ പണ്ട് തന്നിട്ടുള്ള പൈസ എല്ലാം കൂടെ ഫോർ ദ ഷെയർസ് ആണ് ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റുന്നത്. ഒരിക്കലും അയാൾക്ക് തിരികെ കൊടുക്കുന്നത്. തിരികെ കൊടുക്കുക നമുക്ക് ബാങ്കിൽ നിന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യണം, പക്ഷെ തിരികെ കൊടുക്കാതെ അത് കമ്പനി യൂസ് ചെയ്യാൻ പോവാണ്. ഇറ്റ്സ് എ ഫോൾട്ട് ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് സോ ഹി ഹാസ് ടു സഫർ. സോ ദിസ് ഇസ് ദ എൻട്രി ഓഫ് shares for feature അല്ലെങ്കിൽ for feature of shares account. Yeah, so let us quickly take up one question from the study material. Question number 11. 10 ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്, നിങ്ങൾക്കൊന്ന് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. X Limited forfeited 20,000 equity shares of 10 each, 8 called up for non-payment of first call money at 2 rupees. Application money at 2 per share and allotment money at 4 per share have been already received by the company. Give journal entry for the forfeiture. Assume that all money due is transferred to calls in arrears account. അപ്പോൾ നമ്മൾക്ക് ടോട്ടൽ ഫുൾ ക്യാപിറ്റലിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. എത്ര ഷെയർസ് ആണോ നമ്മൾ ഫോർഫീറ്റ് ചെയ്യാൻ പോകുന്നത്, ഷെയർ ഹോൾഡറിന്റെ കയ്യിൽ തിരിച്ചു വാങ്ങിക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ച് മാത്രമാണ് ഇവിടെ നമ്മളോട് എൻട്രി റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞത്. ഫോർ ഫീച്ചറിന് മാത്രം. സോ ഫോർ ഫീച്ചറിന്റെ ഫസ്റ്റ് എൻട്രി അല്ലെങ്കിൽ the only entry for forfeiture. Question number 11. You debit equity share capital account
and when you debit, you will have to debit with the amount it was called up till date. Called up എത്രയാണ്, അല്ലാതെ total face value അല്ല. So called up ഇവിടെ എത്രയാണ്, 20,000 equity share and forfeit ചെയ്യാൻ പോകുന്ന 10 രൂപയുടെ വരും. പക്ഷെ called up എത്രയേ ഉള്ളൂ, 8 രൂപ. So therefore 20,000 into called up amount 8 lakh. The logic നമ്മൾ already പറഞ്ഞു. Why are we debiting 8 rupees? കാരണം അത്രയുമാണ് കോൾ അപ്പ് ചെയ്തതെങ്കിൽ അത്രയും മാത്രമാണ് ഇത്രയും നാളും കൊണ്ട് നമ്മൾ ഓരോ എൻട്രി വഴി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് ക്രെഡിറ്റ് പോയിരിക്കുന്നത്. അപ്പോൾ ഡെബിറ്റ് ചെയ്ത് റിമൂവ് ചെയ്യുമ്പോഴും അത്രയും തന്നെ റെക്കോർഡ് ചെയ്താൽ മതി. ബാക്കി 2 രൂപ കോൾ അപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ഡ്യൂ ആകുമ്പോൾ മാത്രമാണ് ക്യാപിറ്റലിലേക്ക് ഒരു ക്രെഡിറ്റ് പോകുന്നത്. So equity share capital account debit 1,60,002. നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഡീഫോൾട്ട് എല്ലാം എങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്, കോൾസ് ആൻഡ് അരിയേഴ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോൾസ് ആൻഡ് അരിയേഴ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യും. ഇനി ഡീഫോൾട്ട് അങ്ങോട്ടേക്ക് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതൊക്കെ സ്റ്റേജിലാണോ നമ്മൾക്ക് നോൺ പേയ്മെന്റ് ഉള്ളത് ആ ലെഡ്ജറിന്റെ പേര് എഴുതുക. ഇവിടെ നോൺ പേയ്മെന്റ് ഓഫ് ഫസ്റ്റ് കോൾ എന്നാണ് പറയുന്നത്. അതായത് 2 രൂപ ഫസ്റ്റ് കോളിലാണ് തരാത്തത്. അപ്പോൾ നമുക്ക് കോൾസ് ആൻഡ് അരിയേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾക്ക് 2 ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ എന്ന് എഴുതിയാലും മതിയായിരുന്നു. ജസ്റ്റ് ലൈക്ക് ഇല്ലസ്ട്രേഷൻ നമ്പർ 10 ചെയ്തിരിക്കുന്ന പോലെ. ഇവിടെ കോൾസ് ആൻഡ് അരിയേഴ്സ് ഉള്ളത് കാരണം we will take to calls and arrears ledger. So why are we crediting calls and arrears ledger? Already it had a debit in the receipt entry. എല്ലാവരും തന്നപ്പോൾ ഇവർ മാത്രം തരാതെ വന്നത് കോൾസ് ആൻഡ് അരിയറിലേക്ക് നമ്മൾ ഡെബിറ്റ് ചെയ്ത് മാറ്റി വെച്ചത്. അതിനെയാണ് ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അവർ തരാതിരുന്നത് എത്ര രൂപയാണ്, 2 രൂപ മാത്രമാണ്. സോ ദാറ്റ് ഐ വിൽ credit to calls and arrears and close that account, and the remaining will go to shares forfeited account, which is the amount that I have received from this particular shareholder till date and which I am not going to refund back to him. So 20,000 അയാൾ ഇത്രയും നാളും കൊണ്ട് നമ്മൾക്ക് തന്നത് ആപ്ലിക്കേഷൻ മണി തന്നിട്ടുണ്ട്, അലോട്ട്മെന്റ് മണി, അതായത് 2 + 4 6 rupees ടോട്ടലി അയാൾ 20,000 ഷെയർസിന് തന്നിട്ടുണ്ട്, which means 1,20,000 shares. So this is the entry for feature of shares. Yeah. So question number 10 നിങ്ങൾ തനിയൊന്ന് വർക്ക്ഔട്ട് ചെയ്താൽ മതി. സെയിം എമൗണ്ട് തന്നെയാണ്. ഇനി അടുത്തത് നമ്മൾക്ക് പറയാനുള്ളത് when shares are, ആദ്യമേ നമ്മൾ ട്രീറ്റ് ചെയ്തത് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ ആണ് അല്ലേ. ബട്ട് വാട്ട് ഇഫ് ഷെയർസ് വെർ ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം? അതിന് 2 രീതിയിൽ നമ്മൾക്ക് ഷെയർ വെർ ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ട്രീറ്റ് ചെയ്യാം. വൺ ഇസ് ഇഫ് പ്രീമിയം amount was received, അതായത് അയാൾ കോൾസ് ആൻഡ് അരിയേഴ്സ് നടത്തിയിട്ടുണ്ട്, പക്ഷെ പ്രീമിയം പോർഷൻ നമുക്ക് ഓൾറെഡി അതിന് മുന്നത്തെ സ്റ്റേജിൽ കിട്ടിക്കഴിഞ്ഞാണ്, പ്രീമിയം ഈസ് റിസീവ്ഡ് ആയിരുന്നെങ്കിൽ then your entry will be just like the above case. എന്താണ് just like the above case? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നത് കോൾഡ് അപ്പ്, കോൾസ് ആൻഡ് അരിയർ ടു ഷെയർസ് ഫോർഫീറ്റഡ്, പ്രീമിയം ഈസ് റിസീവ്ഡ്, same as above entry. Yeah. But the second option is if the premium portion is also not received. നമ്മൾക്ക് പ്രീമിയവും കിട്ടിയിട്ടില്ലെങ്കിൽ, premium is not received, then our entry will be share capital account debit, same called up till date. Another debit to securities premium. Why securities premiumത്തിലേക്ക് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു? ഈ സെക്യൂരിറ്റീസ് പ്രീമിയം എൻട്രി നമ്മൾ ഏത് സ്റ്റേജിലാണ് ഓരോ ട്രാൻസാക്ഷൻസിലും റെക്കോർഡ് ചെയ്യുന്നത്? ആപ്ലിക്കേഷൻ സ്റ്റേജിലും അലോട്ട്മെന്റ് സ്റ്റേജിലാണ്. നമ്മൾ പറഞ്ഞു ഡ്യൂ ആകുന്ന എൻട്രിയിലാണ് നമ്മൾ ഈ സെക്യൂരിറ്റീസ് പ്രീമിയം കാണിക്കുന്നത് അല്ലേ. ഡ്യൂ എൻട്രിയിലാണ് നമ്മൾ കാണിക്കുന്നത്. സോ ഡ്യൂ എൻട്രിയിൽ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ അലോട്ട്മെന്റിന്റെ എൻട്രി ആണെന്ന് വെക്കുക, അവിടെയാണ് പ്രീമിയം വരുന്നത്. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് ഡ്യൂവിന്റെ ഓൾറെഡി ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞു, പക്ഷെ ഫോർഫീച്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് വി സേ ദാറ്റ് ഈ സെക്യൂരിറ്റീസ് പ്രീമിയം നമുക്ക് കിട്ടിയിട്ടില്ല. സോ കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് ഓൾറെഡി ക്രെഡിറ്റ് കൊടുത്തതിനെ റിവേഴ്സ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ നമ്മൾക്ക് കാശ് കിട്ടിയില്ല, പകരം സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ ഒരു
തെറ്റായിട്ടുള്ള ക്രെഡിറ്റ് കിടക്കും, which will show as an indication that it is already received, but that's not the case. So share premium അല്ലെങ്കിൽ securities premium കിട്ടാതെ ഉള്ള കേസസ് ആയിരുന്നെങ്കിൽ ആ securities premium നമ്മൾ ഡെബിറ്റ് ചെയ്യും to the extent you have not received. Premium not received on forfeited shares. If a premium കിട്ടിയിരുന്നെങ്കിലോ then you don't have to worry about it. Premium and capital നിങ്ങൾ combine ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. Premium already കിട്ടിയെങ്കിൽ അത് അഡീഷണൽ ആയിട്ട് തരേണ്ട ഒരു എമൗണ്ട് ആയിരുന്നു. കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നല്ലതായിരുന്നു കൊണ്ടൊക്കെയുള്ള അല്ലെങ്കിൽ ഗുഡ് വില്ലും കൊണ്ടൊക്കെ വന്ന അഡീഷണൽ പേയ്മെന്റ് ആണ്. അത് അവർ തരികയും ചെയ്തു. സോ ഫോർഫീച്ചറിന്റെ സമയത്ത് പ്രീമിയം കിട്ടിയതാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളൊന്നും അതായത് അത് റിവേഴ്സ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. അത് കിട്ടി, ബാങ്കിലും വന്നു, പ്രീമിയം സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറഞ്ഞ ക്രെഡിറ്റ് റിസർവ്സ് ആൻഡ് സർപ്ലസിലേക്കും പോകും. പക്ഷേ പ്രീമിയം കിട്ടാതെ വരുമ്പോൾ വി വിൽ ഹാവ് ടു തിങ്ക് ബിക്കോസ് ബാങ്കിൽ പൈസ വന്നില്ല, പ്രീമിയത്തിന് മാത്രം ഒരു ക്രെഡിറ്റ് കിടക്കുന്നു. ആ ഒരു എറർ അല്ലെങ്കിൽ ആ ഒരു തെറ്റായിട്ടുള്ള പ്രസന്റേഷൻ കറക്റ്റ് ചെയ്യാൻ സെക്യൂരിറ്റീസ് പ്രീമിയത്തിനെ റിസീവ് ചെയ്യാത്ത അത്രയും നമ്മൾ ഡെബിറ്റ് ചെയ്യും ഓൺ ദ forfeited shares. And then same thing to calls in arrears അല്ലെങ്കിൽ calls in arrears ലേക്ക് മാറ്റിയിട്ടില്ലെങ്കിൽ ആ സ്റ്റേജസ് എല്ലാം റെക്കോർഡ് ചെയ്യുക. And then finally to shares forfeited account. So I hope this is also clear. In shares were issued at discount theoretically മാത്രമേ നമ്മൾക്ക് എപ്പോഴാണ് അങ്ങനെ ഒരു സ്റ്റേജ് വരുന്നതെന്ന് പറയാനേ ഉള്ളൂ, അല്ലാതെ നമ്മൾക്ക് ജേർണൽ എൻട്രീസ് പഠിക്കാനില്ല, ബിക്കോസ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. സോ അതുകൊണ്ട് ഷെയർസ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പാടില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ഷെയർസിന്റെ ഫോർഫീച്ചറും നടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അറ്റ് പാറിൽ അല്ലെങ്കിൽ ഫേസ് വാല്യൂവിൽ ഇഷ്യൂ ചെയ്യുന്നത് പിന്നീട് ഫോർഫീറ്റ് ചെയ്യുമ്പോഴും പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നത് പിന്നീട് ഫോർഫീറ്റ് ചെയ്യുമ്പോഴും എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് discuss it. So let us take a question from this portion. So let's take up illustration number 12. X Limited forfeited 5,000 equity shares of 100 each fully called up, which were issued at a premium of 20%. Amount payable on shares were application 20, allotment 50, including 3 on first and final call 50. Only application money was paid by the shareholders in respect of these shares. Past journal entry for the forfeiture. So forfeit ചെയ്തിരിക്കുന്ന 5000 shares ആണ്. So illustration number 12. Equity share capitalനെ debit ചെയ്യുക. Debit ചെയ്യുമ്പോൾ should be debited to the extent it is called up. And in this question fully called up ആണ്. 100 രൂപയുടെ ഷെയർ 100 call ചെയ്തു. So 5000 shares in mail 100 rupees ആണ് called up in, which is 5 lakh rupees. Now, if the shares were originally issued at a premium, securities premium account also will be debited to the extent it is not received. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസീവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, കാരണം ആപ്ലിക്കേഷൻ മണി വരെ തന്നിട്ടുള്ളൂ, അലോട്ട്മെന്റ് തൊട്ട് തന്നിട്ടില്ല. അപ്പോൾ അലോട്ട്മെന്റിലാണ് പ്രീമിയം ഇൻവോൾവ് ആയിരിക്കുന്നത്. സോ therefore ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്ത് കളയുന്ന കൂട്ടത്തിൽ സെക്യൂരിറ്റീസ് പ്രീമിയം ഓൾറെഡി കൊടുത്ത ക്രെഡിറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യും. സോ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ് 5000. എത്രയായിരുന്നു സെക്യൂരിറ്റീസ് പ്രീമിയം? 20 rupees. So that is 1 lakh rupees. So now calls in arrears ലേക്കൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ calls in arrear കാണിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ you can show the ledger as it is. ഇപ്പൊ ഇവിടെ നമ്മൾക്ക് എന്താണ് സ്ഥിതി എന്ന് അറിയില്ല, അപ്പൊ നമ്മൾക്ക് calls in arrears വേണമെങ്കിലും ചെയ്യാം, ഓരോ സ്റ്റേജ് ആയിട്ട്. ഇപ്പൊ calls in arrears ഓൾറെഡി എക്സാമ്പിൾ ചെയ്ത്, കാരണം I will take to each particular stage. Equity share allotment account. How much should I debit for? എത്രയാണ് ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ്സ് ഉള്ളത്? 50 രൂപ അല്ലേ. സോ അലോട്ട്മെന്റിൽ പ്രീമിയം നമ്മൾ റിസീവ് ചെയ്യാത്തപ്പോൾ പ്രീമിയം ഡെബിറ്റ് ചെയ്ത് കളഞ്ഞു അല്ലേ. അപ്പോൾ അതിന്റെ അർത്ഥം ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റിനും നമ്മൾ എത്ര തന്നെ കാണിക്കണം അങ്ങനെയാണെങ്കിൽ, ഇൻക്ലൂഡിംഗ് പ്രീമിയം ആയിട്ടുള്ള 50 രൂപ. But if this question was at a stage where securities premium കിട്ടിയിട്ടുണ്ടായിരുന്നു, അലോട്ട്മെന്റിന്റെ ബാക്കി എമൗണ്ട് മാത്രമാണ് തരാത്തതെങ്കിൽ കോൾസ് ഇൻ അരിയറിൽ നമ്മൾ കാണിക്കേണ്ടത് ആ പോർഷൻ മാത്രമാണ്. സെക്യൂരിറ്റീസ് പ്രീമിയം കിട്ടിയത് നമ്മൾക്ക് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യും. ഇവിടെ അലോട്ട്മെന്റ് മണിയും സെക്യൂരിറ്റീസ് പ്രീമിയം എല്ലാം തന്നെ അരിയർ ആയിപ്പോയി. അപ്പോൾ ഫുൾ 50 rupees നമ്മളിവിടെ
ക്രെഡിറ്റ് ചെയ്യും. 5,000 into 50, 2,50,000. We are crediting this ledger when calls in arrear ആയിരിക്കുകയല്ല ആ ലെഡ്ജറിൽ എൻട്രി ഇട്ടപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. ആ സ്റ്റേറ്റിൽ മാത്രമാണ്. calls in arrear കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് 2 calls in arrear കാണിച്ചാൽ മതി. ഇനി അലോട്ട്മെന്റ് മണി ഡ്യൂ ആണ് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ 50 രൂപയും കിട്ടിയിട്ടില്ല. So which means the next ledger which will be credited is equity share first and final call account 5,000 into 50, which is 2,50,000. And finally we will credit shares forfeited. Forfeited shares account രണ്ട് രീതിയിലും പറയും, എന്താണെങ്കിലും കുഴപ്പമില്ല. Forfeited account with the amount we had received till date from him, which was only 20 rupees, that is 1 lakh. So put together you have 6 lakh credit and 6 lakh debit. This is the entry for forfeiture when premium is involved and premium is not received also. Illustration number 13 അതേപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. Shami has applied for 1,000 shares of company XY Limited, paying application 2 per share, but has been allotted only 600 shares. ഇവിടെ allotmentനെ കുറിച്ച് അപ്ലൈ ചെയ്തത് 1000ഉം അലോട്ട് ചെയ്ത 600, അതായത് പ്രോ റേറ്റ ബേസിസിലുള്ള ഒരു കണക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം ഒന്ന് ചെയ്യാം. The shares have a face value of 10 and a premium of 2 per share, which are payable as on allotment 5 and including premium and final call 5. Now in case Mr. Shami doesn't pay allotment money and final call and the shares are forfeited, then following entry will be passed on forfeiture. അപ്പോൾ നമുക്ക് forfeiture-ന്റെ entry ഒന്ന് റെക്കോർഡ് ചെയ്യാം. Illustration number 13. ഇനി ഓർക്കുക, ഷമി എന്ന് പറയുന്ന ആൾ 1000 ഷെയർ റിക്വസ്റ്റ് ചെയ്തെങ്കിലും അയാൾക്ക് അലോട്ട് ചെയ്ത് എത്രയേ കിട്ടിയിട്ടുള്ളൂ? 600. അപ്പോൾ എത്ര ഷെയർസിനായിരിക്കും ഷെയർ ക്യാപിറ്റലിലേക്ക് ക്രെഡിറ്റ് പോയിട്ടുണ്ടാവുക? 600 ഷെയറിനല്ലേ? അപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്ത് കളയേണ്ടതും എത്ര ഷെയർസ് ആണ്? 600 ഷെയർസ് ആണ്. സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് amount will be 600 ഷെയർസിന് എത്ര രൂപയാണ്? ഫുൾ കോളപ്പ് ചെയ്തോ? ഇവിടെ ഒന്നും പറയുന്നില്ല. സോ വി ക്യാൻ അസ്യൂം ദാറ്റ് ഫുള്ളി കോൾഡ് അപ്പ് ആണ്, അല്ലെങ്കിൽ കോൾ അപ്പ് പാർട്ട്ലി ആയിരുന്നെങ്കിൽ അവർ പറഞ്ഞു. അപ്പോൾ ഫുൾ 10 രൂപയും നമ്മൾ ഡെബിറ്റ് ചെയ്ത് കളയും, 6000. വാട്ട് അബൌട്ട് പ്രീമിയം? പ്രീമിയം ഓൾസോ ഇസ് നോട്ട് റിസീവ്ഡ്, കാരണം അയാൾ ആപ്ലിക്കേഷൻ മണി മാത്രമേ തന്നുള്ളൂ. അലോട്ട്മെന്റ് തൊട്ട് അയാൾ പേ ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞത്. അലോട്ട്മെന്റിൽ അയാൾ എത്ര രൂപയാണ് തരേണ്ടത്? 5 rupees. അതിൽ പ്രീമിയം കൂടി ചേർത്താണ് 5. പ്രീമിയം എത്രയുണ്ടായിരുന്നു? 2 rupees. So therefore we will debit securities premium account also. For 600 shares he was allotted. ക്രെഡിറ്റ് പോയിരിക്കുന്നത് അതിലേക്കായിരിക്കും. So 600 into 2,200. Not talking about ബാങ്കിൽ കിട്ടിയത്. ബാങ്കിൽ അയാൾ തന്നിട്ടുണ്ടാവുക 1000 ഷെയറിനായിരിക്കും. അതിന്റെ കമ്പ്യൂട്ടേഷൻ നമ്മൾക്ക് ഇപ്പോൾ എഴുതാം. So we have debited equity share capital and securities premium. Now I have to credit equity share allotment, കാരണം അതാണ് calls in arrears ആയിട്ടുണ്ടാവുക അല്ലേ. ഇനി അലോട്ട്മെന്റിലേക്ക് ഐഡിയലി സ്പീക്കിംഗ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എത്ര രൂപയാണ്? നോർമൽ സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ 600 shares into 5, that is 3,000 rupees. But is that the amount that we are actually going to credit? This should have been normal scenario. ഇതിനു മുന്നുള്ള പ്രോബ്ലം ഒക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. Is that what you have to do? No. Here it's a case of pro rata allotment. അതായത് pro rata പഠിച്ചതും കൂടെ നമ്മൾ ഓർക്കണം. pro rataയിൽ ഈ ഒരു ഷെയർ ഹോൾഡർ പൈസ തന്നത് എത്രയാണ്? ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാവുക 1000 ഷെയറിന് 2 രൂപ വീതം. 2 അല്ലായിരുന്നു ആപ്ലിക്കേഷൻ മണി. 2 രൂപ വീതം അയാൾ തന്നിട്ടുണ്ട്. 2000 അല്ലേ? Which would have been credited to equity share application 2,000. And from equity share application we came to know that only 600 shares were allotted to him, which means 2,000 rupees equity share capital like നമ്മൾ എത്രയൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളൂ? 600 ഷെയറിന്റെ 2 രൂപ വീതം, അതായത് 1200. അപ്പൊ ബാക്കി എങ്ങോട്ടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക? ക്വസ്റ്റ്യനിൽ ഒന്നും തന്നെ പറയുന്നില്ലെങ്കിൽ we cannot assume that റീഫണ്ട് ആയിട്ട് തിരികെ കൊടുത്തിട്ടുണ്ടാവും. The only option we have is to understand that it's a pro rate. And ക്വസ്റ്റ്യനിൽ പറയുന്നത് 1000 ഷെയർസിന് പകരം 600 ആണ് കൊടുത്തത്. അപ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് പ്രോ റേറ്റ് ആയിരിക്കും
അപ്ലൈ ചെയ്തിട്ട് ഉണ്ടാവുക. സോ therefore ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷനിൽ നിന്ന് ആ എക്സസ് കിട്ടിയത് നമ്മൾ എങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാകും? We would have adjusted to allotment stage. ഇനി allotment സ്റ്റേജിലും ആ പൈസ തീർന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് പോയത്. ഇവിടെ അയാൾ allotment സ്റ്റേജിൽ എത്ര രൂപയാണ് തരേണ്ടത്? 600 into 5 3000 ആണ് തരുന്നത്. പക്ഷെ ബാക്കി എക്സസ് എത്രയേ ഉള്ളൂ? 800 രൂപയല്ലേ ഉള്ളൂ. അപ്പൊ 800 രൂപ എങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കാണും? 800 രൂപ എങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കാണും? ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കാണും. ഇനി അലോട്ട്മെന്റ് ഡ്യൂ ആകുന്നു. അലോട്ട്മെന്റ് ഡ്യൂ ആകുമ്പോൾ എൻട്രി വരും. ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് 600ന്റെ 5 രൂപ വീതം കിട്ടണം. അതായത് 3000 രൂപ. And that will go to equity share capital 600 into 3,800 and to securities premium 600 into 2,200. Premium to rupees. So ഇതായിരിക്കും അലോട്ട്മെന്റും ഡ്യൂ എൻട്രി. ആൻഡ് വെൻ എല്ലാവരും പൈസ തരുമ്പോൾ ഇയാൾ മാത്രം പൈസ തന്നില്ലെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇനി ഇയാളുടെ കയ്യിൽ നമുക്ക് ശരിക്കും കിട്ടേണ്ടത് എത്രയാണ്? 3000 ഡ്യൂ എൻട്രി വന്നിട്ടുണ്ട്. പക്ഷെ ഓൾറെഡി ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റിന് ഒരു 800 രൂപ ക്രെഡിറ്റ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോറേറ്റ ബേസിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റിൽ എത്ര പൈസ തരണമെന്ന് നോക്കേണ്ടത് ഈ രണ്ട് ലെഡ്ജേഴ്സും കൂടെ രണ്ട് എൻട്രീസും കൂടെ കമ്പയർ ചെയ്തിട്ടാണ്. പ്രോറേറ്റ അല്ലാത്ത കേസിലോ ഈ ഡ്യൂ എൻട്രി മുഴുവനാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. പ്രോറേറ്റ ആണെങ്കിൽ ഓൾറെഡി അയാൾ തന്ന പൈസയിൽ നിന്ന് നമ്മൾ എക്സസ് അങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കാണും. അതും കഴിഞ്ഞിട്ടുള്ള ബാക്കി പൈസ മാത്രം അയാൾ എനിക്ക് തന്നാൽ മതി. സോ വിച്ച് മീൻസ് he is liable to pay me only 3000ൽ നിന്ന് 800 രൂപ കുറച്ചിട്ട് 2200. So wouldn't that be the calls and arrears towards equity share allotment? അല്ല, കാരണം അത്രയാണ് അയാൾ ഇനി എനിക്ക് ബാക്കി തരാൻ ഉള്ളത്. So we can see 600 into 5 അയാൾ തരണമായിരുന്നു മൈനസ് 800. ആ 800ന്റെ കമ്പ്യൂട്ടേഷൻ ഈ ജേർണൽ എൻട്രി വഴിയൊന്നും എഴുതണമെന്നില്ല. ഈ ജേർണൽ എൻട്രി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒരു ചെറിയ വർക്കിംഗ് നോട്ടായിട്ട് എഴുതി ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റിലേക്ക് 800 രൂപയാണ് ട്രാൻസ്ഫർ ചെയ്തതെന്ന് അഡ്ജസ്റ്റ് ചെയ്തതെന്ന് എഴുതിയാലും മതി. അപ്പം നമ്മൾ പ്രോറേറ്റയുടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത ഒരു വർക്കിംഗ് നോട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്തോളൂ. ഞാൻ റീസൺ ഇവിടെ പറഞ്ഞു, ഈ ഒരു ജേർണൽ എൻട്രിയുടെ ഭാഗമായിട്ടാണ് അത് വന്നത്. So we have to credit equity share allotment only to the extent of 2200. Yeah, and then to equity share first column final column appo endayalum pending aanu. First and final column that is going to be 600 into final column 5. So 3000. അപ്പോൾ അയാൾ തന്നിരിക്കുന്ന പൈസ എല്ലാം കൂടി നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റും? ഷെയർസ് ഫോർ ഫീറ്റഡ് അക്കൗണ്ട്. അയാൾ എത്ര രൂപ തന്നിട്ടുണ്ട് ആകെ മുഴുവൻ? ഏറ്റവും ആദ്യത്തെ എൻട്രിയിലില്ലേ 1000 into 2. That means he has paid us 2000 rupees. Entry tally ആകും നോക്കി. Sorry. 5000 plus 2200 minus. So we are getting a tallied answer. This is the forfeiture. If pro rata allotment based ആണ് ഈ forfeiture നടന്ന ഷെയർസ് അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി അലോട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ കോളിലേക്ക് എമൗണ്ട് എഴുതിയത് പഴയ എക്സസ് പൈസ കിട്ടിയതിൽ നിന്ന് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷവുമുള്ള പൈസ ആയിരിക്കും ശരിക്കും അരിയർ ആയിട്ടുണ്ടാവുക. അപ്പോൾ അരിയർ വന്നത് മാത്രമാണ് ഇവിടെ ക്രെഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മളുടെ ഡ്യൂ എൻട്രി അല്ല. ദിസ് ഇസ് only to the extent of amount in arrears. ഏത് സ്റ്റേജിൽ കിട്ടിയെന്നല്ല, മുഴുവൻ എത്ര കിട്ടാനുണ്ട് അതാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഷെയർസ് forfeited നിങ്ങൾ ഇങ്ങനെ ഒരു ജേർണൽ എൻട്രി ഒന്നും എഴുതുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതാം 1000 ഷെയർസിന് 2 രൂപ വീതമാണ് അയാൾ തന്നേക്കുന്നത്. ആ 2000 ആണ് തന്നിരിക്കുന്നത്. And give a proper working narration. So with that we finish forfeiture in the portion. Now we move on to another theory which is called reissuer forfeited shares. അതായത് നമ്മൾ ഈ ഡിഫോൾട്ട് ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്ന് ഷെയർസ് തിരിച്ചു വാങ്ങിച്ചു അല്ലെ, തിരിച്ചു വാങ്ങിക്കുന്നതിനെയാണ് ഫോർഫീറ്റഡ് ഷെയർസ് അല്ലെ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ആ തിരിച്ചു വാങ്ങിച്ച ഷെയർ കമ്പനി കസ്റ്റോഡിയൻ ആയിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. കമ്പനിക്ക് അത് വീണ്ടും മറ്റൊരാൾക്ക് വിൽക്കാൻ പറ്റും.
ആ വിറ്റ് കഴിയുന്നത് ആ വിൽക്കുന്ന പ്രോസസ്സിനെയാണ് റീ ഇഷ്യൂ എന്ന് പറയുന്നത്. ഫോർഫീറ്റ് ഒറിജിനലി ചെയ്ത ഷെയർസിനെ മറ്റ് ഷെയർ ഹോൾഡറിലേക്ക് റീ ഇഷ്യൂ അല്ലെങ്കിൽ സെയിൽ നടത്തുന്നു. സോ അങ്ങനെ വരുമ്പോൾ how will you treat the entry? That is what we are going to discuss now. Entry is going to be reissueന്റെ കേസിൽ മറ്റൊരു ഷെയർ ഹോൾഡറിന് കൊടുക്കും. എന്തായാലും അയാളുടെ കയ്യിൽ നമ്മൾ കുറച്ച് പൈസ വാങ്ങിക്കും അല്ലേ? അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസ നമ്മൾ എങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്യും? ബാങ്ക് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യും. amount received. And if you are reselling at a loss, loss on reissue എന്നാണ് പറയുന്നത്. ആ ലോസ് നമ്മൾ എങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്യും? ലോസ് ഓൺ റീ ഇഷ്യൂ. അതായത് നമ്മൾ കൊടുക്കുന്നത് ചെറിയ എമൗണ്ടിനാണെങ്കിൽ ലോസ് ഓൺ റീ ഇഷ്യൂ വിൽ ബി ഡെബിറ്റഡ് ടു ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ട്. അതായത് ആ ലോസ് നമ്മൾ ഓൾറെഡി ഫോർഫീറ്റഡ് എന്ന് പറഞ്ഞൊരു ക്രെഡിറ്റ് ബാലൻസ് നമ്മൾക്ക് ഉണ്ടാകും അല്ലേ? ആ ലെഡ്ജറിൽ നമ്മൾ ആ ലോസിനെ കവർ ചെയ്യാൻ ശ്രമിക്കും. ആൻഡ് ദെൻ എത്ര രൂപയ്ക്കാണോ നമ്മൾ ഫേസ് വാല്യൂ എത്ര രൂപയ്ക്കാണോ നമ്മൾ ആ ഷെയർസ് കൊടുക്കുന്നത് അത് നമ്മൾ ക്യാപിറ്റലിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ദിസ് ഈസ് റീ ഇഷ്യൂ. ആൻഡ് ഷെയർസ് ഫോർഫീറ്റഡിലേക്ക് ഡെബിറ്റ് വരുന്നത് ലോസ് മാത്രമാണ്. ഓൾറെഡി ഫോർഫീറ്റഡിന്റെ എൻട്രിയിൽ ഷെയർസ് ഫോർഫീറ്റഡ് എന്ന് പറഞ്ഞ് വരുന്നത് മുഴുവൻ ലോസ് ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ മുഴുവനും ലോസ് ആയിട്ട് എഴുതി തള്ളിയിട്ടില്ല. ഷെയർസ് ഫോർഫീറ്റഡിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ട് ഫുൾ റീ ഇഷ്യൂ കഴിഞ്ഞിട്ടും. അതായത് ഫോർഫീറ്റ് ചെയ്ത ഷെയർസ് 1000 ഷെയർസ് ആണ് വെക്കുക. 1000 ഷെയർസിനുള്ളിൽ വന്ന ഷെയർസ് ഫോർഫീറ്റഡ് 10000 രൂപയാണ്. ആ 1000 ഷെയർസും നമ്മൾ റീ ഇഷ്യൂ ചെയ്തു. റീ ഇഷ്യൂ ചെയ്തപ്പോൾ ലോസ് വരുന്നത് ഒരു 200 റുപ്പീസ് ആണ്. അപ്പോൾ 10,000 ക്രെഡിറ്റ് ഉണ്ട്, 200 ഡെബിറ്റും ഉണ്ട്. അതായത് ബാക്കി 9800 ഫുള്ളി റീ ഇഷ്യൂ ചെയ്തതിന് ഷെയർ ഒന്നും റീ ഇഷ്യൂ ചെയ്യാൻ ബാക്കിയുമില്ല. ഷെയർസ് ഫോർഫീറ്റഡിൽ ഒരു ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഗെയിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? We will transfer to an account called capital reserve, which will become part of reserves and surplus. Clear? This happens only when നമ്മൾ ഷെയർസ് മുഴുവൻ റീഇഷ്യൂ ചെയ്തു അല്ലെങ്കിൽ ഒരു പോർഷൻ ഓഫ് ഷെയർസ് റീഇഷ്യൂ ചെയ്തു, അതിന്മേൽ ഒരു ലാഭം ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി ഫുള്ളും ലോസ് ആയി തന്നെ പോയാലോ നമ്മൾക്ക് ക്യാപിറ്റൽ റിസർവിലേക്ക് ഒന്നും ട്രാൻസ്ഫർ ചെയ്യാനില്ല. എന്തെങ്കിലും ലാഭം ഇനിയുമാണ്. എന്തുകൊണ്ടാണ് ലാഭം വരുന്നത്? കാരണം പ്രീവിയസ് ഓണറിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡറുടെ കയ്യിൽ നമുക്ക് കുറച്ച് പൈസ കിട്ടി, അത് നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് നമ്മൾക്ക് ലാഭമാണ്. അപ്പോൾ അടുത്ത ആൾക്ക് ആ ഷെയർസ് തന്നെ വിൽക്കുമ്പോൾ എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ ആ എക്സസ് കിട്ടിയ ലാഭത്തിൽ നിന്ന് ആദ്യം നഷ്ടം കവർ ചെയ്യുക. അതിനുശേഷവും ലാഭം ബാക്കി കിടക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ഗെയിൻ ദാറ്റ് ദ കമ്പനി ക്യാൻ യൂസ് ഇറ്റ് ഫോർ ഹിസ് പർപ്പസസ് ഓർ ഇറ്റ്സ് പർപ്പസ്. ദെയർഫോർ ആ ഗെയിൻ ആണ് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്നത്. ഇത്രയുമാണ് ഓർത്തിരിക്കുന്നത്. ഇനി ലോസ് ഒരിക്കലും കളക്ട് ചെയ്ത നമ്മൾ പ്രീവിയസ് ഓണറിന്റെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത എമൗണ്ടിൽ മേലെ ആവാൻ പാടില്ല. അതായത് ലോസ് ഓൺ റീഇഷ്യൂവിന്റെ സമയത്ത് ഡെബിറ്റ് വരുന്ന ഷെയർസ് ഫോർഫീറ്റഡ് ഒരിക്കലും അതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന ഫോർഫീറ്ററിന്റെ ക്രെഡിറ്റ് എമൗണ്ടിനേക്കാളും കൂടാൻ പാടില്ല. ഇനി പ്രോഫിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. ഇനി മുഴുവൻ ഷെയർസ് വിൽക്കുന്നില്ലെങ്കിലോ? മുഴുവൻ ഷെയർസ് വിൽക്കുന്നില്ലെങ്കിൽ പ്രപ്പോർഷനേറ്റ്ലി എത്രയാണ് വിറ്റ ഷെയർസിന്മേലുള്ള പ്രോഫിറ്റ് എന്ന് കണ്ടുപിടിച്ചിട്ട് അത്രയും എമൗണ്ട് വേണം ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാൻ. ഇനി അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ടു റിമെമ്പർ ഇസ് രണ്ടാമത്തെ ഷെയർ ഹോൾഡറിന് റീഇഷ്യൂ ചെയ്യുമ്പോൾ റീഇഷ്യൂ ചെയ്യുന്ന എമൗണ്ട് മാത്രം ഫേസ് വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ ഷെയർസിന്റെ ഒറിജിനൽ ഫേസ് വാല്യൂവിനേക്കാളും കൂടുതലാണ് രണ്ടാമത്തെ ഷെയർ ഹോൾഡറിന് റീഇഷ്യൂ ചെയ്യുന്ന പ്രൈസ്, അത് മാത്രമെങ്കിൽ ദെൻ ആ എക്സസ് എമൗണ്ട് നമ്മൾ ഫേസ് വാല്യൂവിന് മേലെയുള്ള എമൗണ്ട് സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. പക്ഷേ ഫോർഫീറ്റഡ് എമൗണ്ടും അതായത് പ്രീവിയസ് ഓണറിന്റെ കയ്യിൽ നിന്ന് വന്ന ഫോർഫീറ്റഡ് എമൗണ്ടും പുതിയ ഓണറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ പോകുന്ന എമൗണ്ടും കൂടെ ചേർത്തിട്ടാണ് ഫേസ് വാല്യൂവിനേക്കാളും കൂടുതൽ വരുന്നെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് എ സെക്യൂരിറ്റീസ് പ്രീമിയം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. I'll give an example. Imagine face value is 10. The previous owner has given 2 rupees till date. അപ്പോൾ അയാളുടെ കയ്യിൽ നമുക്ക് കിട്ടിയത് 2 രൂപയാണ്. പുതിയ ആൾക്ക് നമ്മൾ റീഇഷ്യൂ ചെയ്തപ്പോൾ ഇമാജിൻ നമ്മൾ 9 രൂപയ്ക്കാണ് റീഇഷ്യൂ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ പുതിയ ഓണറിന് റീഇഷ്യൂ ചെയ്ത പ്രൈസും പഴയ ഓണറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയുണ്ട്? 9 + 2 11 രൂപ. അതും ഫേസ് വാല്യൂവിന് മേലെയാണ് അല്ലേ? പക്ഷെ അങ്ങനെ ഒരു രീതിയിലാണ് ഫേസ് വാല്യൂവിനേക്കാളും എക്സസ് വരുന്നതെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് എടുക്കാൻ പാടില്ല. പക്ഷേ
പുതിയ ആൾക്ക് കൊടുത്തത് തന്നെ 11 രൂപയ്ക്കാണ്. അതായത് പുതിയ ആൾക്ക് റീഇഷ്യൂ ചെയ്തപ്പോൾ തന്നെ ഫേസ് വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ ആ എക്സസ് 1 രൂപ അങ്ങോട്ടേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളൊന്നും ഓർക്കാം. ഇനി ഷെയർസ് ഫോർഫീറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ, റീഇഷ്യൂ ചെയ്യുന്നില്ലെങ്കിൽ റീഇഷ്യൂ ചെയ്യുന്ന അന്ന് വരെ ഈ ഷെയർസ് ഫോർഫീറ്റഡിന്റെ ക്രെഡിറ്റ് ബാലൻസ് ഷെയർ ക്യാപിറ്റലിന്റെ കൂടെ മറ്റെല്ലാ ഐറ്റംസിന്റെയും കൂടെയും റെക്കോർഡ്, അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലൊക്കെ കാണിക്കുന്ന കൂട്ടത്തിൽ ഷെയർസ് ഫോർഫീറ്റഡ് എന്ന് പറഞ്ഞൊരു ലെഡ്ജറും ക്രെഡിറ്റ് ബാലൻസ് നമ്മൾ ഷെയർ ക്യാപിറ്റലിന്റെ ഭാഗമായിട്ട് കാണിക്കും. So that is what we will have to understand in this chapter, in this portion. Now let us take up few problems and understand how to work out this question from study material itself. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് തിയറി തന്നിരിക്കുന്നത്. You can go ahead and read it. Illustration number 14. Mr. Long, who was the holder of 2000 preference shares of 100 each, on which 75 per share has been called up, could not pay his dues on allotment and first call, each 25%. The directors forfeited the above shares and reissued 1500 of such shares to Mr. Short at 65 per share, paid up as 75 per share. Give journal entries to record the above forfeiture and reissue the books of company. അപ്പോൾ ഫോർഫീച്ചർ നടക്കുന്നത് 2000 പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി ഷെയർ തന്നെ ആവണമെന്നില്ല, പ്രിഫറൻസ് ഷെയർ വേണമെങ്കിലും ആവാം. സോ ഇവിടെ illustration number 14 is for preference share. അപ്പോൾ preference share ആണ് ഡെബിറ്റ് എന്താ പറയുക ഫോർഫീറ്റ് ചെയ്യുന്നത്, കാരണം നമ്മൾ ഡെബിറ്റ് ചെയ്ത് കളയേണ്ടത് എന്തിനാണ്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെയാണ്. ഇക്വിറ്റി ഷെയർ ആകുമ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്ത് കളയുന്നത് പോലെ തന്നെ. ടൈപ്പ് ഓഫ് ഷെയർ മാറുന്നത് കൊണ്ട് എൻട്രിയുടെ ലോജിക് ഒന്നും മാറാൻ പോകുന്നില്ല, നെയിമിംഗ് കൺവെൻഷൻ മാത്രം മാറ്റും. ഇനി എത്രയാണ് ഫോർഫീറ്റ് ചെയ്യുന്ന? 2000 ഷെയർസ് ആണ്. കോളപ്പ് ചെയ്തിരിക്കുന്ന 75 ഉള്ളൂ. അപ്പോൾ കോൾഡ് അപ്പ് ആണ് നമ്മൾ റിവേഴ്സ് ചെയ്യരുത്. സോ 2000 into 75, it is going to be 1,50,000. So 1,50,000 നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഇനി ഈ ക്വസ്റ്റ്യൻ ഷെയർസ് പ്രീമിയത്തിൽ വല്ലാണ്, പ്രീമിയത്തിനൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് സെക്യൂരിറ്റീസ് പ്രീമിയം ഡെബിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കുകയേ വേണ്ട. ഇനി അടുത്തത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ കോൾസ് ആൻഡ് അരിയേഴ്സ് ആവാം, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സ്റ്റേജസിന്റെ പേര് എഴുതിയിട്ട് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ പറയുന്നത് 75 രൂപ കോളപ്പ് ചെയ്തതിൽ അലോട്ട്മെന്റും ഫസ്റ്റ് കോളും 25 രൂപ വീതം അയാൾ അടച്ചിട്ടില്ല. അപ്പോൾ കോൾസ് ആൻഡ് അരിയേഴ്സ് വേണമെങ്കിലും അസംപ്ഷൻ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രിഫറൻസ് ഷെയർ അലോട്ട്മെന്റ് ഒന്നും കാണിക്കാം. സോ അലോട്ട്മെന്റിൽ അയാൾ തരാനുള്ളത് 2000 into 25 തന്നിട്ടില്ല. So which is going to be 50,000. ഇതേപോലെ പ്രിഫറൻസ് ഷെയറിന്റെ ഫസ്റ്റ് കോളും അയാൾ തന്നില്ല, 2000 into 25. So which is again 50,000. And finally we will credit to shares forfeited account with the amount he has already paid us. That is also 2000 into 25 on application stage. Yeah. Which is again 50,000. അപ്പോൾ ഫോർഫീച്ചറിന്റെ എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ 2000 ഷെയർസ് ഫോർഫീറ്റ് ചെയ്തതിൽ 1500 ഷെയർ ഞാൻ റീഇഷ്യൂ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ മുഴുവൻ റീഇഷ്യൂ ചെയ്യുന്നില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സോ റീഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ആദ്യത്തെ എൻട്രി എന്തായിരിക്കും? ബാങ്കിൽ നമ്മൾക്ക് പൈസ കിട്ടും അല്ലേ? 1500 ഷെയറിന് എത്രയാണ് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത്? Reissued 1500 of such shares to Mr. Short at 65 per share, paid up as 75 per share. അതായത് 75 രൂപയുടെ സാധനം 65 രൂപയ്ക്കാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ബാങ്കിലേക്ക് എത്രയാണ് വരാൻ പോകുന്നത്? 1500 ഷെയറിന്റെ 65 രൂപ വീതം. So which means I am going to get in my bank 97,500. Now how much should I credit the shares with? I should credit the shares with 75 rupees. അതാണ് അതിന്റെ ഫേസ് വാല്യൂ ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ക്യാപിറ്റലിലേക്ക് മാറ്റാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതല്ല ഇവിടെ പറഞ്ഞത് 65 per share paid up, 65 paid up ആക്കി for a share worth 75 now. So which means I will credit to preference share capital how much? 1500 into 75.
That is 1,12,500. Now if you see, you can find out what is the loss on reissue. 75 രൂപ വിലയുള്ള ഒരു സാധനം 65 രൂപയ്ക്കാണ് മറ്റൊരാൾക്ക് ഞാൻ കൊടുത്തത്. അപ്പോൾ 10 രൂപ ആരുടെ നഷ്ടമാണ്? കമ്പനിക്ക് നഷ്ടമാണ്. ആ നഷ്ടമാണ് കമ്പനി എവിടുന്ന് നികത്തണമെന്ന് നമ്മൾ പറയുന്നത്, അല്ലെ എവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്? ഓൾറെഡി പ്രീവിയസ് ഓണറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ എക്സസ് ഷെയർസ് forfeited നിന്ന്. So therefore I will debit shares forfeited account to the extent of this loss of 10 rupees, which is going to be 15,000. Yeah, so with that this entry will be tallied. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ നോക്കേണ്ടത്. ഈ 65 രൂപ നമ്മൾ പുതിയ ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് ഫേസ് വാല്യൂവിനേക്കാളും കൂടുതലാണ്. ആണെങ്കിൽ ആ ഫേസ് വാല്യൂവിനും കൂടുതലായിട്ടുള്ള അയാളുടെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങിക്കുന്ന പ്രീമിയത്തിലേക്ക് പോയാണ്. അപ്പോൾ 65ഉം 25ഉം പുതിയ ഓണറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന 65ഉം പഴയ ഓണറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ 25ഉം നോക്കിയാൽ എത്രയുണ്ട്? 90 rupees ഉണ്ട്. That greater than the face value, that is also not greater than the face value of 100. But if at all that was the case, അതും ഫേസ് വാല്യൂ കൂടുതലാണെങ്കിൽ അത് പ്രീമിയത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത്, കാരണം രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഫേസ് വാല്യൂവിന് കൂടുതൽ കിട്ടുന്നത്. ഇയാൾക്ക് മാത്രം കൊടുത്തത് ഫേസ് വാല്യൂവിന് കൂടുതലായാൽ പ്രീമിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. സോ നൗ വി ഹാവ് റെക്കോർഡഡ് റീഇഷ്യൂവിന്റെ മാത്രമേ. ഇനി റീഇഷ്യൂവിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ക്യാപിറ്റലും കാണും, അല്ലെ? ആ ക്യാപിറ്റൽ എന്താണെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. ഷെയർസ് forfeited account debit to capital reserve. So if you see, എത്ര ഷെയർസിനാണ് 50,000 രൂപ ഷെയർസ് forfeited വന്നത്? 2000 ഷെയർസിനല്ലേ? സോ 2000 ഷെയർസിന് 50,000 രൂപയാണെങ്കിൽ 1500 നമ്മൾ റീഇഷ്യൂ ചെയ്ത ഷെയർസിന് എത്രയായിരിക്കും വില? It is going to be 50,000. If I have bought for 2,000 shares, how much would have been the amount I would have collected for 1,500 shares? That is going to be how much? 37,500. അപ്പോൾ ആ 37,500 ആണ് 1500 രൂപയിന്മേൽ എനിക്ക് പ്രീവിയസ് ഓണറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഗെയിൻ. ആ ഗെയിനിൽ നിന്നാണ് നമ്മൾ ഈ ലോസ് ഓൺ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യുന്നത് 15,000. അപ്പോൾ അതിന്റെ അർത്ഥം ടോട്ടൽ 37,500ൽ നിന്ന് ഈ ലോസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള പൈസ ആ 1,500 ഷെയർസിന്മേലുള്ള എൻ്റെ ലാഭമാണ്. ആ ലാഭം എങ്ങോട്ടേക്ക് ഞാൻ മാറ്റണം? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. സോ ഐ ഷുഡ് ട്രാൻസ്ഫർ 22,500. Now just check what is the balance of shares forfeited account. ഷെയർസ് forfeited അക്കൗണ്ടിൽ 50,000 ഒരു ക്രെഡിറ്റ് ഉണ്ട്, ഡെബിറ്റ് 15,000 22. അതായത് 50,000 minus 15,000 minus 22,500. You get 12,500 still lying in the balance of shares forfeited account. അല്ലേ? Share forfeited account in the balance 12,500, which is nothing but what? It is nothing but 50,000 കിട്ടിയത് 2000 ഷെയർസിന്മേലാണ്. അതിൽ 1500 ഷെയർ വിറ്റാൽ അല്ലെങ്കിൽ റീഇഷ്യൂ ചെയ്താൽ ബാക്കി എത്ര ഷെയർ ഇപ്പോഴും കമ്പനിയുടെ കസ്റ്റഡിയിൽ തന്നെയുണ്ട്? 500 ഷെയർ. അതൊന്ന് കൂട്ടി നോക്കിയിട്ടേ. ഈ 12,500 ആണ് റിമൈനിങ് കമ്പനിയുടെ കയ്യിലുള്ള 500 ഷെയർസിന്മേലുള്ള forfeited ബാലൻസ്. അത് അങ്ങനെ തന്നെ കിടക്കും. ആ 500 ഷെയർസും വിൽക്കുമ്പോഴും ലോസ് ഓൺ റീഇഷ്യൂയിലേക്ക് ഈ എമൗണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ടും മിച്ചം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റും. അപ്പോൾ ക്യാപിറ്റൽ റിസർവിലേക്ക് എത്ര മാറ്റണമെന്ന് നോക്കുമ്പോഴാണ് പെർട്ടിക്കുലർ കേസസ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് 50,000 2000 ഷെയർസിനാണെങ്കിൽ 1500 അപ്പോൾ എത്രയായിരിക്കും ഞാൻ ഷെയർസ് forfeited കളക്ട് ചെയ്തിട്ടുണ്ടാകും. അതിൽ നിന്ന് ലോസ് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി ഈ 1500 ഷെയറിന്റെ ആയിരിക്കും, അല്ലെ? അത് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റിക്കുക. ബിക്കോസ് ഐ ഡു നോട്ട് ഹാവ് ദോസ് ഷെയർസ് പെൻഡിങ് വിത്ത്. ബാക്കി 500 ഷെയർസിനായിരിക്കും റിമൈനിങ് എത്ര എമൗണ്ട് ഷെയർ forfeited അക്കൗണ്ട് ഉണ്ടെങ്കിലും യൂസ് ചെയ്യാൻ പോകും. So with that we complete illustration number 14. Now let us take up illustration number 15 and
16 also we will quickly finish up, and then we will mostly wind up this chapter. So illustration number 15, Beautiful Company Limited issued 30,000 equity shares of 10 each payable as 3 per share on application, 5 per share including 2 as premium on allotment, and 4 per share on call. All the shares were subscribed. Money due on all shares was fully received except from Ram holding 500 shares who failed to pay the allotment and call money, and Shyam holding 1000 shares who failed to pay the call money. All those 500 shares were forfeited. Of the shares forfeited, 1250, including whole of Ram's shares, were subsequently reissued to Jadoo as fully paid up at a discount of 2 per share. Pass the necessary journal entries in the journal of the company to record the forfeiture and reissue of the shares. Also prepare balance sheet of the company. ഞാൻ ആ ഫോമാറ്റ് നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ബാലൻസ് ഷീറ്റ് ഇപ്പം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഈ ജേർണൽ എൻട്രീസ് മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഡിബെഞ്ചറും കൂടെ കഴിയുമ്പോൾ ഐ ടോക്ക് അബൌട്ട് ബ്രീഫ്ലി അബൌട്ട് ദ ഫോമാറ്റ്. പക്ഷെ ഫോമാറ്റ് എന്താണെന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി യു വിൽ ഹാവ് ടു ലേൺ ദ ഫോമാറ്റ് ഓൺ യുവർ ഓൺ. ബട്ട് ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതൊക്കെ ഈ ജേർണൽ എൻട്രീസ് ആണ്. അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ അതുകൊണ്ട് അവിടെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. സോ ഷെയർ ക്യാപിറ്റൽ എത്ര ഷെയർസ് ആണ്? 1000 റാമിൻ്റെയും 500 റാമിൻ്റെയും ശ്യാമിൻ്റെ 1000. സോ പുട്ട് ടുഗദർ 15th question. Equity share capital account debit 1500 ഷെയർസ് ആണ് ടോട്ടലി forfeit ചെയ്യുന്നത്. ഫുള്ളി കോൾഡ് അപ്പ് ആണ്, അപ്പോൾ ഫുൾ 10 rupees 15,000. Now, ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീമിയത്തിൽ ഷെയർസ് ഇഷ്യൂ ചെയ്താണ്, ഇൻക്ലൂഡിങ് പ്രീമിയം ആൻഡ് അലോട്ട്മെന്റ് സ്റ്റേജ് അല്ലേ. അപ്പോൾ ഇവിടെ ആരെങ്കിലും അലോട്ട്മെന്റിൽ ഫോർഫീറ്റ് ചെയ്യുന്നുണ്ടോ? അലോട്ട്മെന്റ് ഡ്യൂ ആക്കുന്നുണ്ട് കോൾസിന്. റാം അലോട്ട്മെന്റ് തൊട്ട് പേയ്മെന്റ് തന്നിട്ടില്ല, വിച്ച് മീൻസ് റാമിന്റെ കയ്യിൽ നിന്നുള്ള 500 ഷെയർസ് ഫോർഫീറ്റ് ചെയ്തപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം നമ്മൾക്ക് കിട്ടിയിട്ടില്ല, അതിനെയും റിവേഴ്സ് ചെയ്യണം. സോ സെക്യൂരിറ്റീസ് പ്രീമിയം റിവേഴ്സ് ചെയ്യുമ്പോൾ മാത്രം റിവേഴ്സ് only to the extent which is not received, that is only for 500 shares and the premium is 2 rupees. So therefore I can say 1000 rupees മാത്രമാണ് ഞാൻ ഡെബിറ്റ് ചെയ്യുന്നത്. കാരണം ശ്യാം ഓൾറെഡി ആ പൈസ ഒന്ന് കോൾ മണി ആയപ്പോഴാണ് അയാൾ എന്ത് സംഭവിച്ചു, ഇൻ അരിയേഴ്സ് വന്നത്. അതുകൊണ്ട് റാമിന്റെ പോർഷൻ മാത്രം നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം ഡെബിറ്റ് ചെയ്യും. ഇനി ക്രെഡിറ്റ് ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് ക്രെഡിറ്റ് ചെയ്യും. കോൾസ് ഇൻ അരിയർ വേണമെങ്കിൽ ക്യുമുലേറ്റീവ്ലി ചെയ്യാം. അപ്പോൾ ഈസിന് വേണ്ടി ഞാൻ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് എഴുതി തന്നെ കാണിക്കാം. നിങ്ങൾക്ക് കോൾസ് ഇൻ അരിയേഴ്സ് ചെയ്യണമെങ്കിൽ അലോട്ട്മെന്റിന്റെ ഫസ്റ്റ് കോൾ മണിയുടെ ഒരു വർക്കിംഗ് നോട്ട് പോലെ എഴുതിയിട്ട് ആഡ് ചെയ്ത് കോൾസ് ഇൻ അരിയർ എന്ന് കൊടുത്തിട്ട് അസംഷൻ കൊടുത്താൽ മതി. ഐ വുഡ് ഹാവ് ട്രാൻസ്ഫർഡ് എവരിതിങ് ടു കോൾസ് ഇൻ അരിയർ. ആ രീതിയിലാണ് ഞാൻ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റിൽ എത്ര രൂപയാണ് കിട്ടാനത്? റാം ആണ് തരാനത് അല്ലേ. സോ 500 ഷെയർസ് ഇൻറ്റു 5. സോ 500 ഷെയർ ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 2500 രൂപയാണ് എനിക്ക് കിട്ടാതെ പോകുന്നത് അലോട്ട്മെന്റിൽ മാത്രം. ഇനി ഇക്വിറ്റി ഷെയർ കോളിന് 4 രൂപയാണ് കിട്ടേണ്ടത്. ഇക്വിറ്റി ഷെയർ കോൾ 4 രൂപ ആരൊക്കെ തരണം? റാമും തരണം, ശ്യാമും തരണം അല്ലേ. സോ വിച്ച് മീൻസ് 1500 ഷെയറിനും 4 രൂപ കിട്ടാനുണ്ട്, വിച്ച് ഇസ് 6000 rupees. And therefore remaining credit I will take to forfeited shares or shares forfeited. Interchangeably നമുക്ക് യൂസ് ചെയ്ത് എഴുതാം. അതുകൊണ്ട് forfeited shares എന്ന് എഴുതിയത് എത്രയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്? റാമിന്റെ കയ്യിൽ നിന്ന് ഏറ്റവും ആദ്യത്തെ ആപ്ലിക്കേഷൻ മാത്രം കിട്ടി. അതായത് റാമിന്റെ കയ്യിൽ നിന്ന് 500 ഷെയറിൽ നിന്ന് 3 രൂപ കിട്ടി. ശ്യാമിന്റെ കയ്യിൽ നിന്ന് 1000 രൂപയ്ക്ക് ഏതൊക്കെ എമൗണ്ട് കിട്ടി? അലോട്ട്മെന്റും കിട്ടി, ആപ്ലിക്കേഷനും കിട്ടി. പക്ഷെ ഇവിടെ അലോട്ട്മെന്റിൽ ആക്ച്വലി സ്പീക്കിംഗ് പ്രീമിയം വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ പ്രീമിയം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അത് ഓൾറെഡി റിസീവ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ പ്രീമിയം ഡെബിറ്റിൽ റെക്കോർഡ് ചെയ്തൊന്നും എലിമിനേറ്റ് ചെയ്യാത്തത് കാരണം റിസീവ് ചെയ്തതിന്റെ കണക്കെടുക്കുമ്പോഴും റിസീവ് ചെയ്ത പ്രീമിയത്തിന്റെ കാര്യം നമ്മൾ പറയുന്നത്. റിസീവ് ചെയ്യാത്ത പ്രീമിയം മാത്രമാണ് ഡെബിറ്റ് ചെയ്ത് റിവേഴ്സ് ചെയ്യുന്നതും കോൾസിനായിട്ട് അലോട്ട്മെന്റിലും കാണിക്കുന്നത്. സോ ശ്യാമിന്റെ കയ്യിൽ നിന്ന് പ്രീമിയം ഒഴികെ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 3 + 3 6 rupees. I hope it is clear. Yeah.
അലോട്ട്മെന്റ് സ്റ്റേജിൽ പ്രീമിയം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അയാൾ അലോട്ട്മെന്റ് മുഴുവൻ തന്നു. അപ്പോൾ പ്രീമിയവും തന്നിട്ടുണ്ട്. പക്ഷെ പ്രീമിയം തന്നത് കാരണം നമ്മൾ പ്രീമിയത്തിന്റെ കാര്യം ഫോർഫീച്ചറിൽ എവിടെയും പറയുന്നില്ല. പ്രീമിയം തന്നിട്ടില്ലായിരുന്നെങ്കിലോ എവിടെയൊക്കെ പ്രീമിയത്തിന്റെ ഇമ്പാക്ട് വരുന്നു അതെല്ലാം പറയും. ഇങ്ങനെ ഒന്ന് ഓർത്താലും മതി. സോ therefore forfeited ഷെയർസിൽ ടോട്ടലി നമുക്ക് എത്ര കിട്ടി? 6000 പ്ലസ് 1500 7500. So 16,000. Now if you see you get the tallied entry. This is the forfeiture entry. ഇനി എന്താണ് അടുത്ത് സംഭവിച്ചിരിക്കുന്നത്? ഈ 1500 ഷെയറിൽ 1250 ഷെയർ നമ്മൾ മുഴുവൻ റീഇഷ്യൂ ചെയ്തു. അതിൽ റാമിന്റെ മുഴുവൻ 500 ഉണ്ടായിരുന്നു. അപ്പോൾ ശ്യാമിന്റെ മാത്രമാണ് 750 നമ്മൾ എടുത്തതെന്ന് പറയുന്നു അല്ലേ. സോ അത് നമ്മൾ കൊടുത്തത് ഫുള്ളി പെയ്ഡ് അപ്പ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 2 per share. അതായത് ഡിസ്കൗണ്ടിന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പുതിയ ആളായ ജാദുവിന് കൊടുത്തപ്പോൾ ടോട്ടൽ ഷെയറിന്റെ ഫേസ് വാല്യൂ പെയ്ഡപ്പ് വാല്യൂ എത്രയാണ്? 10 രൂപ. അതിൽ നിന്ന് എത്രയും നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ? 2 രൂപ കുറച്ച് അയാൾക്ക് ആ ഒരു ഡിസ്കൗണ്ട് കൊടുത്ത് ബാക്കിയാണ് നമ്മൾ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഉള്ളത്. So therefore next entry will be for the reissue entry, bank account debit. അതുകൊണ്ടാണ് ഇവിടെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തില്ല. റീഇഷ്യൂവിൽ നമ്മൾ ആ ലോസിനെ ആണ് ഈ ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിൽ അവർ പറയുന്നത്. 1250 ഷെയർസ് ആണ് കൊടുത്തത് ആൻഡ് വി ഗേവ് അപ്പ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 2 per share ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസിന്. അതായത് 10 രൂപയുടെ സ്ഥാനത്ത് 2 രൂപ കുറച്ചിട്ട് 8 രൂപയെ ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളൂ. സോ വിച്ച് ഈസ് ഗോയിങ് ടു ബി 10,000 rupees. സോ ബാങ്കിൽ എനിക്ക് കിട്ടിയത് 10,000 രൂപ. ഞാൻ ക്രെഡിറ്റ് ചെയ്യാൻ പോകുന്നത് ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് 1,250 into 10 rupees, which is 12,500. And remaining loss on reissue, I will collect from shares forfeited account. Forfeited shares account debit. So 1,250 into 2, which is 2,500. Now the next entry will be to pass any forfeited account balance to capital reserve. Shares forfeited account debit to capital reserve. ഇവിടെ എത്രയാണ് ക്യാപിറ്റൽ റിസർവിലേക്ക് പോവേണ്ടത്? റാമിന്റെ ഫുൾ ഷെയർസും നമ്മൾ വിറ്റു അല്ലേ. സോ റാമിന്റെ ഫുൾ ഷെയർസും വിറ്റ് കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഫുൾ 1500 നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കി 1500 ആണ് നമ്മൾ എവിടുന്ന് പിക്ക് ചെയ്തിരിക്കുന്നത്? ശ്യാമിന്റെ ഷെയർസിൽ നിന്ന് 6000 നിന്ന് പിക്ക് ചെയ്തിരിക്കുന്നത്. സോ therefore how much can we transfer to capital reserve എന്നുള്ള കാര്യം നമ്മൾക്കൊന്ന് കമ്പ്യൂട്ട് ചെയ്യും. റാമിന്റെ കയ്യിൽ നിന്ന് മുഴുവൻ നമ്മൾക്ക് കിട്ടിയത് എത്രയാണ്? 5000 into 3. സോ ഇതൊരു വർക്കിംഗ് നോട്ട് ആയിട്ട് എഴുതാം. റാമിന്റെ കയ്യിൽ നിന്ന് forfeited share balance എത്രയാണ്? 1,500. That is for 500 shares. ഇത് ഫുള്ളി നമ്മൾ റീഇഷ്യൂ ചെയ്തു. റീഇഷ്യൂ ചെയ്തത് എത്രയാണ് നഷ്ടം ഉണ്ടാക്കിയത്? ലോസ് ഓൺ റീഇഷ്യൂ. റാമിന്റെ ഫുൾ ഷെയർസും റീഇഷ്യൂ ചെയ്തു. അപ്പോൾ ഓരോ ഷെയറിനും 2 രൂപ വീതം നഷ്ടം വന്നിട്ടുണ്ട് അല്ലേ. അതായത് 1000 രൂപയാണ് റാമിന്റെ മാത്രം ഷെയർ കൊടുത്തപ്പോഴുള്ള ലോസ് ഓൺ റീഇഷ്യൂ. വിച്ച് മീൻസ് റാമിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഫോർഫീറ്റഡ് ഷെയർസിന്റെ എമൗണ്ടിൽ നിന്ന് ലോസിലേക്ക് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് 1000 രൂപയാണ്. അപ്പോൾ ബാക്കി 500 is excess which will be transferred to capital reserve. What about ശ്യാം? ശ്യാമിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ശ്യാമിന്റെ കയ്യിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയത് 1000 ഷെയർസിന് 6 രൂപ വീതം. So which means we have got 6,000 rupees from him. And എത്രയാണ് ലോസ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തത്? Loss on reissue. Loss on reissue എഴുതി തള്ളുമ്പോൾ we have actually paid only or reissued only 750 shares. ടോട്ടൽ എത്രയാണ് റീഇഷ്യൂ ചെയ്തിരിക്കുന്നത്? 1250. അതിൽ 500 ഷെയറും റാമിന്റെ ആണെങ്കിൽ ബാക്കി 750 ശ്യാമിന്റെ വിൽക്കാൻ സാധ്യതയുള്ളൂ. സോ therefore 6000 രൂപ കിട്ടിയത് 1000 ഷെയർസിനാണെങ്കിൽ 750 ഷെയർസിന്റെ ഷെയർസ് ഫോർഫീറ്റഡ് എത്രയായിരിക്കും?
will be 6,000, 4,500. ഈ 4,500-ൽ നിന്ന് 4,500 ആണ് ശരിക്കും 750 ഷെയറിന്റെ ഫോർഫീറ്റഡ് amount എന്ന് പറയുന്നത്. സോ ഞാൻ ആ ഹെഡിങ് എഴുതുമ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചൊന്ന് റീഡിഫൈൻ ചെയ്തേക്കാം. Ram's total forfeited share amount is 6,000, but amount in forfeited shares pertaining to reissued shares is going to be 6,000 if it was for 1,000 shares. How much is for 750, which is going to be 4,500. Yeah, so 4,500 ആണ് ശ്യാമിന്റെ വിറ്റ് ഷെയറിന്റെ ഫോർഫീറ്റഡ് അമൗണ്ടിൽ കിടക്കുന്നത്. അതിൽ എത്ര രൂപയാണ് ലോസ് സംഭവിച്ചിരിക്കുന്നത്, ലോസ് ഓൺ റീഇഷ്യൂ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി തള്ളിയിട്ടുണ്ട്. 2,500 ആണ്. 2,500-ൽ 1000 ആരുടെ ആയിരുന്നു? റാമിന്റെ ലോസ് ഓൺ റീഇഷ്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ശ്യാമിന്റെ ലോസ് ഓൺ റീഇഷ്യൂ എത്രയായിരിക്കും? ബാക്കി എഴുതിയാലും മതി. 2,500 minus 1,000, or we can even say 750 ഷെയർസിന് ഓരോ ഷെയറിനും 2 രൂപ വീതം. അതായത് 1,500 രൂപയാണ് ലോസ് ഉള്ളത്. So therefore, from the 750 shares that he had and which were forfeited, 3,000 രൂപ ഇനിയും എക്സസ് കിടപ്പുണ്ട്. ആ 3,000 രൂപയും റാമിന്റെ ഷെയർസ് വിറ്റതിൽ പിന്നെയും ബാക്കിയുള്ള 500 ആയിരിക്കും. അപ്പോൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന 3,500 എക്സസ് ഫോർഫീറ്റഡിൽ കിടക്കുന്നത്. അതിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾക്ക് ഷെയർസ് ഇല്ല. അപ്പോൾ ഫോർഫീറ്റഡ് അക്കൗണ്ട് നോക്കിയാൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ എന്ന് നോക്കി. 7,500 minus 2,000 and 5,000 ഡെബിറ്റ് ആണ്. 5,000 ക്രെഡിറ്റ് ആണ്. 5,000 ക്രെഡിറ്റ് നിന്ന് 3,500 പോയി. അപ്പോൾ പിന്നെയും ഉള്ളത് എന്താണ്? ഒരു 1,500 ആണ്. ആ 1,500 എന്തിന്റെ ഷെയർ ആണ്? It is going to be remaining shares. അതായത് ശ്യാമിന്റെ ബാക്കി വിൽക്കാനുള്ള 250 ഷെയറിന്റെ ഫോർഫീറ്റഡ് ബാലൻസ് ആണ് ബാക്കി കിടക്കുന്ന 1,500. അതായത് 6,000 4,500 ഡിഫറൻസ് ഉണ്ടെങ്കിലും നമുക്ക് പറയാം. സോ ലോസ് ഓൺ റീഇഷ്യൂ ക്യാപിറ്റൽ റിസർവിലേക്ക് പോവേണ്ടത് റാമിന്റെ കയ്യിൽ നിന്ന് വന്ന ഫോർഫീറ്റഡിൽ നിന്ന് കിട്ടുന്ന 500-ഉം ശ്യാമിന്റെ കയ്യിൽ നിന്ന് വരുന്ന 3,000 ചേർത്ത് 3,500. സോ ഫോർഫീറ്റഡിൽ നിന്ന് എത്ര ക്യാപിറ്റൽ റിസർവിലേക്ക് പോകണമെന്ന് നോക്കുന്നത് നമ്പർ ഓഫ് ഷെയർസ് ഫുള്ളി റീഇഷ്യൂ ചെയ്തു ഇല്ലയോ നോക്കിയിട്ടാണ്. ഫുള്ളി റീഇഷ്യൂ ചെയ്തെങ്കിൽ ഫുൾ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഫോർഫീറ്റഡ് എമൗണ്ടിലേക്കും ലോസ് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി മുഴുവൻ ക്യാപിറ്റൽ റിസർവിലേക്ക് കൊണ്ടുപോകാം. പക്ഷെ ഫോർഫീറ്റ് ചെയ്ത ഷെയർസ് മുഴുവൻ അല്ല റീഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ആ ഫോർഫീറ്റഡ് എമൗണ്ടിനെ പ്രപ്പോർഷനേറ്റ്ലി ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ ബേസ് ആക്കിയിട്ട് വേണം ക്യാപിറ്റൽ റിസർവിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ. സോ ദാറ്റ് ഈസ് ദിസ് ക്വസ്റ്റ്യൻ നമ്പർ 15. So with that we complete question number 15 also. And the balance sheet ഒക്കെ ചോദിച്ചിട്ടുണ്ട്. Since we have not recorded we have learned about presenting balance sheet, ഞാനിപ്പോൾ അത് എടുക്കുന്നില്ല. But quickly one point I will bring your attention to. Share capital notes to accounts നോക്കുക. അവിടെ subscribed, called up and paid up capital കണ്ടല്ലോ. അവിടെ 29,750 equity shares plus forfeited shares. അതായത് 250 ഷെയർ ഇപ്പോഴും ഫോർഫീറ്റ് ചെയ്ത് എൻ്റെ കയ്യിൽ കിടക്കുന്ന ശ്യാമിന്റെ ബാക്കി 250 ഷെയറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ 250-ഉം ഈ 29,750-യോട് കൂടി ചേരുമ്പോഴാണ് 30,000 ഷെയർസ്. ആ ഫോർഫീറ്റഡ് ഷെയർസ് നമ്മൾ ഇങ്ങോട്ടേക്ക് കോൾഡപ്പിലേക്ക് ആഡ് ചെയ്ത് 1,500 എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്താണ് കാണിക്കുന്നത്. With that we complete this question. Now let us quickly work out this question also, illustration number 16, and with that reissue നമ്മൾ cover ചെയ്യും. A holds 2,000 shares of 10 each on which he has paid 2 on application money. B holds 4,000 shares of 10 each on which he has paid 2 application money, 3 allotment. C holds 3,000 shares of 10 each and has paid 2 on application, 3 on allotment and 3 on first call. They all failed to pay their arrears on the second and final call, and the directors therefore forfeited their shares. The shares are reissued subsequently for 12 per share fully paid up.
Journalize the transactions relating to the forfeiture and reissue. So, illustration number 16. Forfeiture entry ആണ് ഏറ്റവും ആദ്യം തന്നെ equity share capital will be debited. Equity share debit ചെയ്യാൻ എത്ര ഷെയർസ് ആണ് നമ്മൾ forfeit ചെയ്യുന്നത്? എയുടെ 2000, ബിയുടെ 4000, സിയുടെ 3000. So 7 plus 2 9. അതായത് 2000 plus 4000 plus 3000 into fully called up ആണ് അല്ലേ, into 10. So which is 90,000. ഇനി ഇത് പ്രീമിയത്തിലാണെന്നൊന്നും പറയുന്നില്ല. So therefore securities premium debit ചെയ്യാൻ നമ്മൾക്ക് ഒന്നും തന്നെ ഇല്ല. So next is calls and arrears-ലേക്ക് കാണിക്കാം, അല്ലെങ്കിൽ ഓരോ സ്റ്റേജ് ആയിട്ട് കാണിക്കാം. എയുടെ കാര്യം നോക്കുക. എ ഏതാണ് പേ ചെയ്യാത്തത്? എ പേ ചെയ്യാത്തത് അല്ലെ, എ പേ ചെയ്തത് ആപ്ലിക്കേഷൻ മണി മാത്രമാണ്. സോ എയുടെ അരിയർ എന്ന് പറയുന്നത് ജസ്റ്റ് സൈഡിലേക്ക് നേടുന്നതാണ്. ആപ്ലിക്കേഷൻ മണി അരിയേഴ്സ് ആർക്കും തന്നെയില്ല. അലോട്ട്മെന്റ് മണി അരിയർ ആർക്കാണുള്ളത് നോക്കാം. എ പെയ്ഡ് ആപ്ലിക്കേഷൻ മണി, പക്ഷെ അത് കഴിഞ്ഞിട്ടൊന്നും പേ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നില്ല അല്ലേ. സോ എ അലോട്ട്മെന്റ് മണി പേ ചെയ്യണം. അലോട്ട്മെന്റ് മണി എത്രയായിരുന്നു? 3 rupees ആണ് ഓൺ 2000 ഷെയർസ്. സോ എ തരാനുള്ളത് 2000 ഷെയർസിന്മേൽ 3 രൂപ വീതം 6000 രൂപ തരാനുണ്ട്. ഇനി ബിയുടെ കാര്യം നോക്കാം. ബി ആപ്ലിക്കേഷനും തന്നു, അലോട്ട്മെന്റും തന്നു. സോ ബി അലോട്ട്മെന്റ് ഡ്യൂ അല്ല. ഏതാണ് പിന്നെ ബിക്ക് ഡ്യൂ ആയിട്ടുള്ളത്? കോൾ മണീനെ കുറിച്ചാണെന്നും പറയാത്തത് അല്ലെ. ഫസ്റ്റ് കോൾ ആൻഡ് സെക്കൻഡ് കോൾ. സോ ഫസ്റ്റ് കോൾ ടോട്ടൽ 10 rupees ആണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് 6. സോ ഫസ്റ്റ് കോള് അയാൾ തന്നിട്ടില്ല, ഫൈനൽ കോളും തന്നിട്ടില്ല. ഫസ്റ്റ് കോൾ ഇസ് 3 rupees. ഫസ്റ്റ് കോൾ and final call. So B തരാത്തത് അലോട്ട്മെന്റ് അല്ല, ഫസ്റ്റ് കോൾ ആണ് ബി തരാത്തത്. ബി തരാത്ത ഫസ്റ്റ് കോൾ എത്രയുണ്ട്? 4000 ഷെയർസിന്മേൽ 3 രൂപ വീതം. 4000 into 3. So that is 12,000. Now C has paid application, allotment and first call also. So he is due to pay only the final call. And final call എത്ര രൂപയാണ്? ടോട്ടൽ 10 രൂപയാണ്. അതിൽ ആപ്ലിക്കേഷൻ 2 പോയി, അലോട്ട്മെന്റ് 3 പോയി, ഫസ്റ്റ് കോൾ 3 പോയാൽ ബാക്കി ഇനിയും കളക്ട് ചെയ്യാനുള്ളത് അനദർ 2 rupees ആണ്. ആ 2 rupees ആണ് സി default in the 3000 shares. So C has defaulted in paying the final call 3000 shares and mean 2 rupees, which is 6000. Now C has defaulted only that. What about B? B first call pay ചെയ്തില്ലെങ്കിൽ he wouldn't have paid final call also. Final call അയാൾ എത്ര തരാനുണ്ടായിരിക്കും? 4000 ഷെയർസ് 2 രൂപ വീതം, 8000 രൂപ. ആൻഡ് എ എത്രയൊക്കെ തരാനുണ്ട്? എ അലോട്ട്മെന്റ് തൊട്ടേ പേ ചെയ്യുന്നില്ലെങ്കിൽ എ wouldn't have paid the first call also, 3 rupees per share. That is 2000 മേൽ 3 rupees. ഫൈനൽ കോളും അയാൾ പേ ചെയ്തിട്ടുണ്ടാവുക 2000 into 2, which is 4000 rupees. So ഓരോ സ്റ്റേജിലെയും നമ്മൾക്ക് പാർട്ടി വൈസ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ വൈസ് അല്ല കോൾസ് ആൻഡ് അരിയർ വേണ്ടത്. ടോട്ടൽ കോൾസ് ആൻഡ് അരിയർ ടുവേർഡ്സ് ഈച്ച് സ്റ്റേജ്. ആപ്ലിക്കേഷൻ സ്റ്റേജിൽ അരിയർ ഒന്നുമില്ല. അലോട്ട്മെന്റ് സ്റ്റേജിൽ എത്രയുണ്ട് അരിയർ? 6000. ഫസ്റ്റ് കോളിൽ എത്രയുണ്ട്? 6000 പ്ലസ് ബിയുടെ 12, 18,000. കുറച്ച് അലൈൻമെന്റ് മാറിപ്പോയെന്നുള്ള എഴുതിയത് 12 മേലെ ആയിട്ട്. ഫൈനൽ കോളിൽ 4000 പ്ലസ് 8000 പ്ലസ് 6000, ദാറ്റ് ഇസ് അഗൈൻ 18,000. സോ ടുഗദർ 42,000 ആണ് ടോട്ടൽ അരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അരിയേഴ്സ് മുഴുവൻ കിട്ടി. അപ്പോൾ അരിയേഴ്സ് മുഴുവൻ കിട്ടിയാൽ നമ്മൾക്ക് ഇനി എന്ത് ചെയ്യാം എന്ന് അങ്ങനെ റെക്കോർഡ് ചെയ്തു പോകും. ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് 6,000 to equity share first call. അപ്പോൾ ഇതൊരു വർക്കിംഗ് നോട്ടായിട്ട് എഴുതിയാൽ ആ റെഫറൻസ് കൊടുത്താൽ മതി. ഫസ്റ്റ് കോളിൽ 18,000 ആണ് കിട്ടാനുള്ളത്. ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ again 18,000 rupees. So final column record is now we have to record the amount that you have
actually received, which is forfeited shares. So shares forfeited account. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്താൽ മതി. 90,000 ഇതെല്ലാമാണ് അരിയേഴ്സ് എങ്കിൽ ബാക്കി കിട്ടി. അല്ലെങ്കിൽ നമ്മൾക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ആപ്ലിക്കേഷൻ സ്റ്റേജിൽ 2 രൂപയാണ് തരേണ്ടത് അല്ലേ? എ എത്ര തന്നിട്ടുണ്ടായിരിക്കും ആപ്ലിക്കേഷൻ സ്റ്റേജിൽ? 2000, ബി 4000. അങ്ങനെ വേണമെങ്കിൽ ഒന്നുകൂടെ വർക്കിംഗ് നോട്ടായിട്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ എഴുതാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. റിസീവ്ഡ് അമൗണ്ട്സ്. ആപ്ലിക്കേഷൻ എല്ലാവരും തന്നിട്ടുണ്ട്. സോ 2000 ഷെയർസും വേണമെങ്കിൽ നമുക്ക് ഹെഡിങ്ങിൽ അങ്ങ് കൊടുത്താൽ കുറച്ചുകൂടെ കമ്പ്യൂട്ടേഷൻ. 2000 ഷെയർസ്, 4000 ഷെയർസ് ആൻഡ് 3000 ഷെയർസ്. സോ ആപ്ലിക്കേഷൻ സ്റ്റേജിൽ 2 രൂപ വീതം എല്ലാവരും 4000, 8000. അലോട്ട്മെന്റ് എ തന്നിട്ടില്ല, ബാക്കി 2 പേരും തന്നിട്ടുണ്ട് അല്ലേ? എ ആണ് അരിയത്. 3 രൂപ വീതമാകുമ്പോൾ എ തന്നിട്ടില്ല, ബാക്കി എല്ലാവരും തന്നു. സോ വിച്ച് ഇസ് 4000 into 3, 12,000. 3000 into 3, 9,000. സോ ഫസ്റ്റ് കോളിൽ 9,000 സി മാത്രം തന്നെ, ഫൈനൽ കോൾ ആരും തന്നിട്ടില്ല. So this is 20,000. So put together it is going to be 48,000. So 48,000 ആണ് റിസീവ് ചെയ്തത്. 48,000 അല്ലാതെ നോക്കിയാലും കാര്യങ്ങളും 18,000 plus 18,000, 90,000. സോ ഫോർഫീച്ചറിന്റെ എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ളത് വി റീഇഷ്യൂഡ് ഓൾ ദീസ് ഷെയർസ് ആസ് അറ്റ് 12 per share fully paid. സോ വിച്ച് മീൻസ് എല്ലാ ഷെയറും ഇത് എന്തെങ്കിലും ഹോൾഡ് ചെയ്യാനായിട്ട് പറഞ്ഞാൽ മുഴുവനും ഷെയർ ഈ ഷെയർസ് എന്നാണ് പറയുന്നത്. അപ്പം എല്ലാം തന്നെ റീഇഷ്യൂ ചെയ്യും. അപ്പോൾ റീഇഷ്യൂ ചെയ്തപ്പോൾ ബാങ്കിലേക്ക് നമ്മൾക്ക് പൈസ വന്നു. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. എത്ര ഷെയർസ് ആണ് നമ്മൾക്ക് റീഇഷ്യൂ ചെയ്യാനുള്ളത്? 9,000 ഷെയർസ്. 9,000 ഷെയർസ് എത്ര രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തത്? 12 per share ആസ് ഫുള്ളി പെയ്ഡ്. ഇവിടെയാണ് ആ പോയിന്റ് നോക്കേണ്ടത്. പുതിയ ഷെയർ ഹോൾഡറിന് നമ്മൾ കൊടുത്തപ്പോൾ എത്രയാണ് എമൗണ്ട് കളക്ട് ചെയ്യുന്നത് അത് തന്നെ ഈ ഷെയറിന്റെ ഫേസ് വാല്യൂവിനേക്കാളും കൂടുതലാണ്. ഫേസ് വാല്യൂ ഷെയറിന് എത്രയാണ്? 10. അപ്പോൾ അതിനും മേലെയാണ് പുതിയ ഷെയർ ഹോൾഡറിന്റെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങിക്കുന്ന എമൗണ്ട് എങ്കിൽ ആ എക്സസ് നമുക്ക് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം? സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സോ therefore ബാങ്ക് അക്കൗണ്ട് വഴി കിട്ടിയത് 9,000 ഷെയർസിന്മേൽ 12 രൂപ വീതമാണ്. അതായത് ഐ ഗോട്ട് 1,08,000 rupees, out of which equity share capital ആയിട്ട് എനിക്ക് ഫേസ് വാല്യൂ അല്ലേ കാണിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ 9,000 ഷെയർസ്, സോ 9,000 into 10, 90,000 ഷെയർ ക്യാപിറ്റലാക്കും. ബാക്കി എക്സസ് ഞാൻ വാങ്ങിച്ചത് സെക്യൂരിറ്റീസ് പ്രീമിയം. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഡിസ്കസ് ചെയ്ത പോയിന്റ്. പുതിയ ഷെയർ ഹോൾഡറിന് മാത്രം കൊടുക്കുന്നത് കമ്പയർ ചെയ്ത് ഫേസ് വാല്യൂ ആയിട്ട് നോക്കുമ്പോൾ ഫേസ് വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ എക്സസ് സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പക്ഷേ പുതിയ ഷെയർ ഹോൾഡറിന് കൊടുക്കുന്ന എമൗണ്ടും പഴയ ഷെയർ ഹോൾഡറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഫീച്ചറും കൂടെ ആഡ് ചെയ്ത് നോക്കുമ്പോഴാണ് ഫേസ് വാല്യൂവിന് കൂടുതലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരികയും ചെയ്യാൻ പാടില്ല. ഈ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് ആ ഷെയറിന്റെ ഫേസ് വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ എക്സസ് സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് ഇട്ടോളുക. സോ ഈ ഒരു കേസിൽ ഒരു ലോസ് ഓൺ റീഇഷ്യൂ ഇല്ല. എപ്പോഴും ലോസ് ഓൺ റീഇഷ്യൂ വരണമെന്നില്ല. ഇങ്ങനെയുള്ള ഒരു കേസിൽ ലോസ് ഓൺ റീഇഷ്യൂ ഇല്ല. ഇനി ഈ ഷെയർസ് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ടോ? ഒന്നും തന്നെ ഇല്ലതാണ്. അപ്പോൾ ഫോർഫീറ്റഡ് ഷെയർസ് വഴി കിട്ടിയ ഫുൾ എമൗണ്ടും നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? We will transfer to capital reserve because we do not have any shares pending. So to capital reserve 48,000. Very important. Yeah, when should you record securities premium when reissue നടക്കുമ്പോൾ? അതാണ്. So with that, question number 16 is also completed. Then we have a small topic which is nothing but നമ്മൾ പറഞ്ഞ എല്ലാ കേസസിലും ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ ചില കേസസിലൊക്കെ മറ്റ് ക്യാഷ് അല്ലാതെ വേറെ എന്തെങ്കിലും പർപ്പസിന് പകരമായിട്ടും ഷെയർസ് കൊടുക്കാം. അതായത് ഒരു അസറ്റ് വാങ്ങിക്കുകയാണ്, നമ്മൾ ആ അസറ്റിന് പകരം ക്യാഷ് കൊടുക്കുന്നതിന് പകരം നമ്മളുടെ കമ്പനിയുടെ ഷെയർസ് കൊടുത്തെന്നിരിക്കാം. മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾ ഇന്റർ ലെവലിൽ ചെല്ലുമ്പോൾ പഠിക്കും. വേറെ ഒരു കമ്പനി മറ്റൊരു കമ്പനീനെ വാങ്ങിക്കുകയാണ് എന്ന് വിചാരിക്കാം. ആ കമ്പനിക്ക് അപ്പോൾ കമ്പനീനെ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രതിഫലം കൊടുക്കണമല്ലോ, റെമ്യൂണറേഷൻ അല്ലെങ്കിൽ റിട്ടേൺ എന്തെങ്കിലും കൊടുക്കണം. നമ്മളൊരു വീട് വിൽക്കുമ്പോൾ നമ്മൾ കൊടുക്കും.
കൊടുക്കുന്ന പോലെയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നതിന് ക്യാഷ് കൊടുക്കുന്നതിന് പകരം ഒരു കമ്പനി വാങ്ങിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഈ വാങ്ങിക്കുന്ന കമ്പനി അവർക്ക് ഷെയർ ആയിരിക്കും കൊടുക്കുന്നത്. സോ ഓൾ ദീസ് ആർ ഇൻസ്റ്റൻസസ് ഓഫ് വെയറിൻ യു ആർ ഇഷ്യൂയിങ് ഷെയർസ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. അതായത് നിങ്ങൾക്ക് എല്ലാ എൻട്രിയിലും നോക്കിയാൽ അറിയാം, ഷെയർ ക്യാപിറ്റലിലേക്ക് ഒരു ക്രെഡിറ്റ് വരുമ്പോൾ അൾട്ടിമേറ്റ്ലി അതിന്റെ ഡെബിറ്റ് എങ്ങോട്ടേക്കാണ് 2-3 എൻട്രീസിന്റെ കോമ്പിനേഷൻ ആണെങ്കിലും വരുന്നത്, എവറിഥിങ് ടു ബാങ്ക് അക്കൗണ്ട്. നമ്മളുടെ ബാങ്കിലേക്ക് പൈസ, അതായത് നമ്മൾ ഈ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഉദ്ദേശം തന്നെ ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ബാങ്കിലേക്ക് വരാനാണ് നമ്മൾ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ ബാങ്കിലേക്ക് പൈസ വരാതെ മറ്റെന്തെങ്കിലും റീസൺസിന് വേണ്ടി ഷെയർസ് ഇഷ്യൂ ചെയ്താൽ അതിനെയാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ആൻഡ് ഈ ഒരു പോയിന്റ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പഠിക്കുന്നതിന്റെ കാര്യം, ഷെയർ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കുമ്പോൾ ക്യാഷ് അല്ലാതെ മറ്റെന്തെങ്കിലും കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് വഴി വന്ന ഷെയർ ക്യാപിറ്റൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കാണിക്കണം. എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു ഫിക്സഡ് അസറ്റ് വാങ്ങിച്ചു, നമ്മളുടെ ഇല്ലസ്ട്രേഷൻ തന്നെ ചെയ്യാം. ഇല്ലസ്ട്രേഷൻ നമ്പർ 17. എക്സ് കമ്പനി ലിമിറ്റഡ് വാസ് ഇൻകോർപ്പറേറ്റഡ് വിത്ത് ആൻ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് 90,000 equity shares of 10 each. The company purchased land and buildings from Y Limited for 4 lakh payable in fully paid up shares of the company. The balance of the shares were issued to the public which were fully subscribed for and paid for. അപ്പോൾ പറയുന്നത് എക്സ് ലിമിറ്റഡ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ 90,000 വെച്ചു. ആ കമ്പനി കുറച്ച് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങിച്ചു, വൈ ലിമിറ്റഡ് കമ്പനി. അതിന് പകരം ക്യാഷ് കൊടുക്കുന്നതിന് പകരം എന്താണ് കൊടുത്തത്, എക്സ് ലിമിറ്റഡിന്റെ ഷെയർസ് ആണ് കൊടുത്തത്. എൻട്രി എന്തായിരിക്കും, സെപ്പറേറ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ലോജിക് എല്ലാം വെച്ച് അപ്ലൈ ചെയ്താൽ മതി. ഇല്ലസ്ട്രേഷൻ നമ്പർ 17. So when I'm buying a land, it's an asset, land and building. So I'll debit the asset, land and building account, debit. It was worth 4 lakh rupees. And to whom should I pay the amount? To Y Limited company, or Y Company Limited. അപ്പോൾ ആ ക്രെഡിറ്ററിനെ ഞാൻ ക്രെഡിറ്റ്. ഇനി അയാൾക്ക് പൈസ കൊടുക്കേണ്ട ദിവസം വരികയാണ്. So then I will debit him because I no longer have to pay him any further. So 4 lakh ഞാൻ അയാൾക്ക് കൊടുക്കണം. എങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത്, ഐഡിയലി സ്പീക്കിംഗ് ക്യാഷോ ചെക്കോ ഒക്കെ കൊടുത്തു വിടും. ഇവിടെ അവർക്ക് നമ്മൾ പൈസ കൊടുക്കുന്നതിന് പകരം നമ്മുടെ ഷെയർ അങ്ങോട്ട് കൊടുക്കണം. സോ ഹൗ വിൽ യു റെക്കോർഡ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണെങ്കിൽ, കൺസിഡറേഷൻ ക്യാഷ് ആണെങ്കിലും മറ്റെന്തെങ്കിലും ആണ്, അസറ്റ് എന്തെങ്കിലും ആണെങ്കിൽ കൂടി ഷെയർസ് ഇഷ്യൂ ചെയ്താൽ ദാറ്റ് വിൽ ഗെറ്റ് അക്കൗണ്ടഡ് ഇൻ ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ നോക്കുകയാണെങ്കിൽ രണ്ട് എൻട്രിയുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗും വരും, ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിനകത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരും. ക്യാഷിനാണ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിലോ അസറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ടിൽ ആ ബാലൻസ് വരും, ലയബിലിറ്റി സൈഡിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആയിട്ട് ബാലൻസ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ അതാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അതർ ദാൻ ഫോർ ക്യാഷ്. ഇനി പറയുന്നത് ബാക്കി ഷെയർസ് പബ്ലിക്കിന് കൊടുത്ത് ഫുള്ളി സബ്സ്ക്രൈബ് ചെയ്തു. അത് പ്രത്യേകിച്ച് എൻട്രി ഒന്നും പറയുന്നില്ല, അപ്പം നമ്മൾ എത്രയാണെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ 90,000 ഷെയർസ് ആണെങ്കിൽ ടോട്ടലി എത്രയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ 9 lakh. അതിൽ 4 lakh ആണ് ഇവർക്ക് കൊടുത്തത്. അപ്പോൾ ബാക്കി 5 lakh ആയിരിക്കണം എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക ഫ്രം ജനറൽ പബ്ലിക്. ദാറ്റ് ഐ വുഡ് ഹാവ് റിസീവ്ഡ് ഇൻ ബാങ്ക് അക്കൗണ്ട്. അതിന്റെ സ്പ്ലിറ്റ് ഒന്നും പറയാത്ത കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമുക്ക് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഡയറക്ട്ലി നമ്മൾ ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു സിംഗിൾ ലെക്ചർ കാണിച്ച് അവിടുന്ന് ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബ്രേക്ക് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ആപ്ലിക്കേഷൻ എത്ര അലോട്ട്മെന്റ് എത്രയെന്ന് ഉണ്ടായിരുന്നെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേനെ. ഒന്നുമില്ലെങ്കിൽ യു വിൽ മിയർലി ഷോ ഇറ്റ് ടു ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് ഫുൾ amount and then credit it to capital accounts. 5 lakh to equity share capital. സോ ഇപ്പോൾ ഈ 4 എൻട്രീസിന്റെ കോമ്പിനേഷൻ നോക്കിയാൽ അറിയാം, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ രണ്ടും കൂടി ചേർക്കുമ്പോൾ 9 ലക്ഷം, അതായത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ 90,000 ഷെയർസ് ഓഫ് 10 ഈച്ചിന്റെ ടോട്ടലും വരും. അസറ്റ് സൈഡിൽ നമ്മൾക്ക് ഒന്ന് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആയിട്ട് 4 ലക്ഷവും മറ്റ് ബാങ്കിൽ 5 ലക്ഷം, അങ്ങനെ ബാലൻസ് ഷീറ്റും ടാലിയാകും. സോ വെരി സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് കോൺസെപ്റ്റ് ആണ്. ക്യാഷിന് വേണ്ടി അല്ലാതെയും നമ്മൾക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ എൻട്രി ഇത്രയേ ഉള്ളൂ, ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകണം. ഇനി ഇവിടെയും ഷെയർ കൊടുക്കുന്നത് ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച് 12 വെച്ചിട്ടാണെങ്കിൽ 10 രൂപ ഷെയർ ക്യാപിറ്റലിലേക്കും ബാക്കി 2 രൂപ പ്രീമിയത്തിലേക്കും ആയിരിക്കും നമ്മൾ കാണിക്കുന്നത്. ഡെബിറ്റിൽ വരുന്നത് ബാങ്കോ അസറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. സോ ഇതാണ് ചെറിയൊരു ടോപ്പിക് എന്ന് പറയുന്നത്. സോ വിത്ത് ദാറ്റ് വി കംപ്ലീറ്റ് ദിസ് ചാപ്റ്റർ, വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ഇതിന്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത്. സോ ഡു ലെറ്റ് മീ നോ ഇഫ് യു ഹാവ് എനി ക്വയറീസ്. സോ ടിൽ വി മീറ്റ് അഗൈൻ, സ്റ്റേ സേഫ്.